നിയമത്തിൽ 27ഓളം പുസ്തകങ്ങളുണ്ട്. 27ഓളം പുസ്തകങ്ങളുടെ അകത്ത് ആദ്യത്തെ 4 സുവിശേഷങ്ങളും പിന്നീട് വരുന്നത് സഭയുടെ ചരിത്രം അഥവാ പരിശുദ്ധാത്മാവിൻ്റെ ചരിത്രം എന്ന് വിശേഷിപ്പിക്കുന്ന പ്രവൃത്തികളുടെ പുസ്തകവും പിന്നീട് സിംഹഭാഗവും ലേഖനങ്ങളാണ്. 21ഓളം മനോഹരമായ ലേഖനങ്ങൾ പരിശുദ്ധാത്മ നിയോഗിതമായ 5 എഴുത്തുകാരാൽ ദൈവസഭയ്ക്ക് ലഭ്യമായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വെളിപ്പാട് പുസ്തകത്തോടുകൂടി പുതുനിയമ പുസ്തകങ്ങൾ അവസാനിക്കുകയാണ്. 22ഓളം സുവിശേഷങ്ങൾ ഉള്ളതായി പറയപ്പെടുന്നു. പത്രോസ് ശ്ലീഹ സുവിശേഷം എഴുതിയിട്ടുണ്ട്. യേശുവിൻ്റെ 12 ശിഷ്യന്മാരും സുവിശേഷം എഴുതിയിട്ടുണ്ട്. അപ്പോൾ തന്നെ പൗലോസിൻ്റെ ശിഷ്യന്മാർ സുവിശേഷം എഴുതിയിട്ടുണ്ട്. ആദ്യ സഭാ പിതാക്കന്മാർ സുവിശേഷം എഴുതിയിട്ടുണ്ട്. എന്നാൽ കാനോനിക ക്രോഡീകരണം വന്നപ്പോൾ നമ്മുടെ കൈവശമുള്ള 4 സുവിശേഷങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ചേർക്കപ്പെട്ടിട്ടുള്ളത്. അനന്തരമായി വരുന്ന പുസ്തക നിരകളിലെ ശ്രേഷ്ഠമായൊരു ഭാഗമാണ് ലേഖനങ്ങൾ എന്ന് പറയുന്നത്. ലേഖനങ്ങൾ ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു പ്രസംഗ ഭാഗമാകയാൽ ആ ഭാഗം ഗൗരവമായി ചില മിനിറ്റുകൾ ശ്രദ്ധിക്കുവാൻ അനുവാചകരെ ക്ഷണിച്ചുകൊണ്ട് ഈ ഭാഗത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. 21 ലേഖനങ്ങളുടെ എഴുത്തുപുരയിൽ ദൈവം 5 എഴുത്തുകാരെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും 14ഓളം ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് കൈമാറാൻ പരിശുദ്ധാത്മ നിയോഗത്താൽ വേർതിരിക്കപ്പെട്ട ശക്തനായ അപ്പോസ്തലനാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ. പൗലോസ് എഴുതിയ എല്ലാ ലേഖനങ്ങളും ഘനമുള്ളതാണ്, മികവുള്ളതാണ്, ഈടുറ്റതാണ്, തികവുള്ളതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മിക ജീവിതത്തിൽ സമ്പന്നത പകരുന്നതാണ്. ഇങ്ങനെ തുടങ്ങുന്ന മനോഹര ലേഖനങ്ങളുടെ എഴുത്തുപുരയ്ക്കകത്ത് വെച്ച് അദ്ദേഹം പരിശുദ്ധാത്മ നിയോഗത്തിൽ മാർമിക രഹസ്യങ്ങൾ കൈമാറുമ്പോൾ ദൈവസഭയ്ക്കകത്ത് നടക്കുന്ന വിഷയങ്ങളെ ആധികാരികമായി ആനുകാലിക ലോകം മനസ്സിലാക്കേണ്ടതിനായിട്ട് ആത്മനിയോഗത്താൽ എഴുതപ്പെട്ട 2 ലേഖനങ്ങളാണ് 1 കൊരിന്ത്യ ലേഖനവും 2 കൊരിന്ത്യ ലേഖനവും. പൗലോസ് എന്ന ദൈവഭക്തൻ്റെ മിഷൻ പ്രവർത്തനത്തിൻ്റെ 2ാമത്തെ മിഷൻ ജേർണിയിൽ അദ്ദേഹം അഥേനയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ റിസൾട്ടായിട്ടുണ്ടായ സഭയാണ് കൊരിന്ത് സഭ എന്ന് പറയുന്നത്. കൊരിന്ത് സഭ അങ്ങനെ പുറത്തു വരുന്നു. കൊരിന്ത് സഭ വളരെ മനോഹരമായൊരു സഭയാണ്. 2 വർഷത്തോളം ആത്മനിയോഗത്തോടെ പൗലോസ് അവരുടെ നടുവിൽ പ്രവർത്തിച്ച് ധാരാളം ആത്മാക്കൾ കർത്താവിങ്കലേക്ക് കടന്നു വരുന്ന അനുഭവമുണ്ടായി. ശ്രദ്ധിക്കുക, ധാരാളം ആത്മാക്കളെ കൊണ്ട് ആ സഭ നിറഞ്ഞു. യഹൂദവാദികളായ ആളുകൾ കൊരിന്ത് സഭയ്ക്കകത്തുണ്ട്. അപ്പം തന്നെ യവനവാദികളായ ആളുകൾ ദൈവസഭയ്ക്കകത്തുണ്ട്. ജാതീയ മര്യാദ പ്രകാരം കഴിഞ്ഞ നാളുകളിൽ ജീവിച്ച ആളുകൾ രക്ഷിക്കപ്പെട്ട് ദൈവസഭയ്ക്കകത്തുണ്ട്. ഇങ്ങനെ വരുന്ന ഒരു മിങ്കിൾ കൾച്ചർ ചർച്ചായിട്ട് കൊരിന്ത് സഭയെ വേണമെങ്കിൽ മനസ്സിലാക്കാം. ഈ കൊരിന്ത് ചർച്ചിൻ്റെ അകത്ത് ധാരാളം പ്രയാസങ്ങൾ പൗലോസുള്ള സമയത്തില്ലായിരുന്നു. പൗലോസ് പ്രസംഗ വിഷയം, പൗലോസിൻ്റെ മെയിൻ പ്രസംഗ വിഷയം കർത്താവായ യേശുവാണ്. കൈയൊന്ന് ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. പൗലോസിനെ പോലെ വചനവ്യാഖ്യാനം ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന മറ്റൊരു വേദ പണ്ഡിതനില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നെ പോലെ നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയാൻ വയ്യാത്ത ഒരാളാണ് പൗലോസ്. എന്നാൽ നല്ല എഴുത്തുകാരനാണ് പൗലോസ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. പൗലോസ് എഴുത്തുകൊണ്ട് ലോകത്തെ കീഴ്മേൽ മറിച്ചവനും എഴുത്തുകൊണ്ട് ദൈവസഭയ്ക്ക് ഭയങ്കര ഖനം അഥവാ അടിത്തറയിട്ടവനുമാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ. അപ്പം തന്നെ ഈ കൊരിന്ത് ലേഖനത്തിൻ്റെ പഠനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ശ്ലീഹ അധികം സമയമൊന്നും ഒരു ചർച്ച സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കത്തില്ല. അനന്തരം മറ്റൊരു ശുശ്രൂഷകനെ ഏൽപ്പിച്ചിട്ട് പതിവ് പോലെ പോകുന്ന ശൈലിയാണ് പൗലോസിനുള്ളത്. അങ്ങനെ കൊള്ളാകുന്നൊരു ശുശ്രൂഷകനെ കിട്ടി. അവൻ്റെ പേര് അപ്പല്ലോസ് എന്നാണ്. അപ്പല്ലോസാണ് ഇച്ചിരിയുടെ നന്നായിട്ടൊക്കെ പ്രസംഗിക്കും. ഇച്ചിരി ഇപ്പം കായി തുടങ്ങിയ കായി നിർത്തുന്ന പ്രസംഗരെ പോലെ മനോഹരമായി പ്രസംഗിക്കുന്നയാളാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനും 10-26 വർഷമായി പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് കാ തുടങ്ങിയാൽ കാ നിർത്താൻ അറിയാം. മസ്തി തൻ്റെ അസ്ഥി അനുസരിക്കാതെ തൻ്റെ തസ്തികയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയപ്പോൾ സ്വസ്ഥാനത്ത് അസ്ഥിയാകാൻ വിളിക്കപ്പെട്ടവളാണ് എസ്തേർ എന്നെനിക്ക് പറയാനറിയാം. പക്ഷേ കേൾവിക്കാരൻ അതുകൊണ്ട് ഒരു ഗുണവുമില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോക്കുക, ഗുണമുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ അകത്ത് പതിയപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവിടത്തേക്കാളും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ സൗണ്ട് ചെല്ലുന്നിടത്തെല്ലാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് തന്നെ ഈ സുവിശേഷത്തിന് മാത്രമുള്ള ശക്തി ഈ പട്ടണത്തിൽ ഇന്ന് രാത്രി വെളിപ്പെടുമെന്നുള്ളതിന് ഉറപ്പാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ അപ്പല്ലോസ് നല്ലൊരു പ്രസംഗകനാണ്. പുള്ളിക്കാരൻ്റെ ആ സ്പീഡ് പ്രസംഗവും എല്ലാം കൊണ്ടാകാം ഇതുവരെ കുഴപ്പമില്ലാഞ്ഞ ചർച്ച ഇപ്പം 4 തട്ടായി. ദൈവത്തിന് അപ്പല്ലോസിൻ്റെ കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നതല്ല, പക്ഷേ എന്തോ സംതിങ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 4 തട്ടായി സഭ മാറി. പത്രോസിൻ്റെ വർഷം
പൗലോസിൻ്റെ പക്ഷം, അപ്പല്ലോസിൻ്റെ പക്ഷം, പത്രോസിൻ്റെ പക്ഷം, അപ്പം തന്നെ ഒടുവിലായി ക്രിസ്തുവിൻ്റെ പക്ഷം. 4 പക്ഷമുള്ള ഒരു ചർച്ച് രൂപപ്പെടുകയാണ്. നിങ്ങൾ നോക്കിക്കേ, പൗലോസ് സ്ലീഹായുടെ കൂടെ നിൽക്കുന്ന ഒരു പറ്റം ആളുകൾ. നട്ടത് പൗലോസ് ആയതുകൊണ്ടും സഭ സ്ഥാപിച്ചത് പൗലോസ് ആയതുകൊണ്ടും പൗലോസിൻ്റെ കൂടെ നിൽക്കാൻ ഒരു ഗ്രൂപ്പ് ആ ചർച്ചിൻ്റെ അകത്തുണ്ടായിരുന്നു. അടുത്തത് അപ്പല്ലോസ് ഒരു യൗവനക്കാരനാണ്. പൗലോസ് ക്ഷീണിതനാണ്, പ്രായമൊക്കെയായി, തലനരച്ച് തുടങ്ങി, അധികം നാൾ ചിലപ്പം കാണാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഈ യൗവനക്കാരൻ്റെ കൂടെ നിന്നാൽ ഗുണമുണ്ടെന്ന് വിചാരിച്ച് അപ്പല്ലോസിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പറ്റം ആളുകൾ. ഈ ചർച്ച് സ്ഥാപിച്ചതിന് ശേഷം ഇതുവരെയും പത്രോസ് ആ ചർച്ച് വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിലും പത്രോസിന് കൊണ്ടൊരു ഗ്രൂപ്പ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതായത് അവരെ കേന്ദ്രത്തിൽ പിടുത്തമുള്ളവരെന്ന് വേണമെങ്കിൽ പറയാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതായത് കൊരിന്തിലിരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, യെരുശലേമിൽ പിടുത്തമുള്ള ഒരു പറ്റം ആളുകൾ ആ സഭയ്ക്കകത്തുണ്ട്. 4ാമത്തെ ഗ്രൂപ്പ് എല്ലാ ചർച്ചിലും ഉള്ളൊരു ഗ്രൂപ്പാണ്. ആരാന്നറിയാമോ? ക്രിസ്തുവിൻ്റെ പക്ഷക്കാർ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോക്കുക, ഇങ്ങനെ ഈ 4ാം തട്ടിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് സഭയ്ക്കകത്തുള്ളത് കൊണ്ടാണ് ചർച്ചുകൾ പൊളിയാതിരിക്കുന്നത്. കൈ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റുമെങ്കിൽ നന്നായിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പക്ഷം പിടിക്കുന്ന ധാരാളം ആളുകളുടെ നടുവിൽ പക്ഷം പിടിക്കാതെ മര്യാദയ്ക്ക് ആരാധനയ്ക്ക് വന്ന് കൂടിപ്പോകുന്ന വിശുദ്ധന്മാർ എഴുന്നേൽക്കുന്ന ഒരു കാലമായിട്ട് ഈ കാലം മാറട്ടെ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് ഇദ്ദേഹത്തെ ഇഷ്ടമാണ്. ഈ ദൈവദാസന് പേര് വിട്ടുപോയി. ഈ ദൈവദാസനെ ഇഷ്ടമാണ്. ഈ ദൈവദാസനോടുള്ള ഇഷ്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടി ദൈവവുമായിട്ടുള്ള ഇഷ്ടം കളയാൻ ഞാൻ റെഡിയല്ല. മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് ബന്ധങ്ങളെക്കാളും വലുത് കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നു. ഒരാൾ എന്നോട് പിണങ്ങുമോ എന്ന് വിചാരിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധവും ദൈവത്തിൻ്റെ സന്നിധി സ്പെൻഡ് ചെയ്യേണ്ട സമയവും അയാൾക്ക് വേണ്ടി കളയുന്നവരാണ് മണ്ടന്മാരായി മാറുന്നത്. എന്നാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന വിശുദ്ധന്മാരുണ്ടെങ്കിൽ അവരോടായിട്ട് ഇന്ന് രാത്രി പറയുന്നു, ആരൊക്കെ തകർന്നു പോയാലും തമ്പുരാൻ നിൻ്റെ കാലിടറാതെ നിന്നെ പിടിച്ചു നിർത്തും. വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അവർക്ക് സ്തോത്രം ചെയ്ത് ഇതിനെ സ്വീകരിക്കാം. അങ്ങനെ ചർച്ചിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു പ്രയാസം നിറഞ്ഞൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പൗലോസ് തൻ്റെ മിഷൻ പ്രവർത്തനത്തിലെ 3ാമത്തെ മിഷണറി യാത്രയിൽ ഇരുന്നുകൊണ്ട് എഴുതുകയാണ് ഈ ലേഖനം എന്ന് കരുതപ്പെടുന്നു കേട്ടോ. അങ്ങനെ അദ്ദേഹം എഴുതുകയാണ് ഈ ലേഖനം. കൊരിന്ത് സഭയുടെ വിഷയാത്മകമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ ലേഖനം എഴുതുന്നത്. ജനിപ്പിച്ചവർക്കേ മക്കളെക്കുറിച്ചുള്ള വേദന അറിയത്തുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അല്ലാത്തവർക്ക് അതിൻ്റെ വേദന അറിയത്തില്ല. എനിക്ക് 2 പെൺപിള്ളേരുണ്ട്. മൂത്തവൾ മെഡിസിനും 2ാമത്തവൾ 8th ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അയൽപ്പക്കത്തെ ആളുകൾക്ക് വിഷമം തോന്നത്തില്ല, പക്ഷേ എനിക്ക് വ്യസനം ഉണ്ടാവും. എന്തുകൊണ്ടെന്നാൽ ഞാൻ അവരെ ജനിപ്പിച്ചതാണ്. കർത്താവിനാൽ ജനിക്കപ്പെട്ട അല്ലെങ്കിൽ കർത്താവിനാൽ ജനിപ്പിച്ച വിശുദ്ധ പൗലോസ് സ്ലീഹായ്ക്ക് തൻ്റെ ജനം വിഷമിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവൻ്റെ ഹൃദയത്തിനകത്ത് ഭാരമുണ്ടായി. ജനിപ്പിക്കപ്പെടുന്നവരെക്കുറിച്ച് വേദനയുള്ള ഒരു ശുശ്രൂഷകൻ പട്ടണത്തിലുണ്ടെങ്കിൽ ആ ചർച്ച് സമൃദ്ധിയായി വളർന്നു വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് സഭകളെക്കുറിച്ച് ആത്മാർത്ഥമായ വേദനയുള്ളവർ എഴുന്നേൽക്കട്ടെ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. മടങ്ങി വരാം. നോക്കൂ, അങ്ങനെ വിഷയാസ്പദമായ രീതിയിൽ ഈ ചർച്ചിൻ്റെ ഉൾത്തടങ്ങളിലേക്ക് പൗലോസിൻ്റെ കണ്ണുപായുകയാണ്. സ്നാനം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് അവർക്കിടയിൽ ഭയങ്കര വിവിധ അഭിപ്രായങ്ങൾ നടക്കുന്നു. ഏകദേശം 14 സ്നാനം ഉണ്ടെന്നാണ് പൊതുവേ പഠിപ്പിക്കപ്പെടുന്നത്. എല്ലാം മറ്റും ഞാൻ പറയുന്നില്ല, സമയമില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. എന്നാലും ഏറ്റവും പ്രസക്തമായ സ്നാനമാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിലുള്ള സ്നാനം. മറ്റൊരു ഗ്രൂപ്പ് പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ സ്നാനം, വേറൊരാൾ പറയുന്നു യഹോവയുടെ നാമത്തിൽ സ്നാനം, മറ്റൊരാൾ പറയുന്നു കൊടിക്കീഴിൽ സ്നാനം. ഇങ്ങനെ ധാരാളം സ്നാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കപ്പെടാൻ വാക്യങ്ങൾ വേദപുസ്തകത്തിനകത്തുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ നിരത്തുന്ന ധാരാളം സ്നാനങ്ങൾ. സ്നാനം എന്തിനാണ് എന്നതിൻ്റെ യാഥാർത്ഥ്യം ശരിക്ക് ബോധ്യമാക്കി തരുന്ന അധ്യായമാണ് 6ാം അധ്യായം. എന്നെ ഒരിക്കലൊരു യാക്കോബയിലെ ഒരച്ഛൻ പ്രസംഗിക്കാൻ വിളിച്ചപ്പോഴത്തേക്കിന് എൻ്റെ കുറേ വർഷങ്ങൾക്ക് മുമ്പാകട്ടോ, ഏകദേശം 11 വർഷം കണ്ടായിട്ടുണ്ട്. പുള്ളിക്കാരൻ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചപ്പോഴേ എന്നോട് പറഞ്ഞു, പാസ്റ്ററുടെ പ്രസംഗം ഞാൻ പൗർഷനിലൊക്കെ കാണാറുണ്ട്, എനിക്ക് പാസ്റ്ററുടെ പ്രസംഗം ഇഷ്ടമാണ്, അപ്പോൾ പാസ്റ്റർ പ്രസംഗിക്കാൻ, അതുകൊണ്ടാണ് പാസ്റ്റർ പ്രസംഗിക്കാൻ വിളിച്ചത്. പക്ഷേ പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ സ്നാനം പ്രസംഗിക്കില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ അന്യഭാഷയും പറയരുത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് രണ്ടും പറയത്തില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോക്കുക എത്ര പേരുണ്ടെന്ന് ചോദിച്ചപ്പോൾ 800 പേരുണ്ടെന്ന് പറഞ്ഞു. സത്യമാകട്ടോ, പുള്ളി നുണയല്ല പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ നല്ല
നമ്മുടെ ക്രൗഡ് 100-800 പേരിലധികം ഉണ്ടെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. ഞാൻ ആ സ്റ്റേജിൽ ചെല്ലുമ്പോൾ അയാൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി, ആ ദേവദാസൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ ഓഫീസിൽ കൊണ്ടിരുത്തി. അവിടെ കൊണ്ടിരുത്തിയിട്ട് എന്നെ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പോയി. മീറ്റിംഗ് പ്രസംഗത്തിന് ഏകദേശം 7 മിനിറ്റ് ഉള്ളപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വാ പാസ്റ്റർ എന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. സ്റ്റേജിൽ ചെന്നിരുന്നപ്പോൾ എന്നോട് ചെവി പറഞ്ഞു, പാസ്റ്റർ കൊണ്ടുവന്ന ഒരു സന്ദേശവും പ്രസംഗിക്കേണ്ട, ഏലിയാവിനെ കുറിച്ച് പറഞ്ഞാൽ മതി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഇൻസ്റ്റൻറ്റ് മെസ്സേജാണ്, അതിനെക്കുറിച്ച് പറയണം. കാര്യം എനിക്ക് മനസ്സിലായി, എൻ്റെ കൊണ്ടുവന്ന മെസ്സേജിനകത്ത് ചിലപ്പോൾ സ്നാനം കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഏലിയാവിനെ കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞത്. എന്താണെങ്കിലും ഞാൻ പ്രസംഗം തുടങ്ങി ഇച്ചിരി മുമ്പോട്ട് മൂവ് ചെയ്ത് വരുമ്പോൾ ഏലിയാവിൻ്റെ കാക്കയായി. കാക്കയ്ക്ക് 9 കൂട്ടം സ്വഭാവമുണ്ട്. അതിലൊന്ന് കാക്കയുടെ കുളി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാക്കയുടെ കുളി വന്നപ്പോൾ ഞാൻ കയറി സ്നാനത്തെ തൊട്ടു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്നാനത്തെ കയറി തൊട്ട് 15 മിനിറ്റ് സ്നാനത്തെക്കുറിച്ചുള്ള പ്രസംഗമായി. എന്തിനാ സ്നാനം? ആർക്കാണ് സ്നാനം? സ്നാനത്തിലൂടെ എന്താണ് ലഭ്യമാകുന്നത്? സ്നാനപ്പെട്ടാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടാകും? സ്നാനം ദൈവകൽപ്പനയാണോ എന്ന് തുടങ്ങുന്ന വിശകലനം ചെയ്യുന്ന ഒരു 15 മിനിറ്റ് സ്റ്റേജിൽ നിന്ന് മുമ്പോട്ട് പോയി നിന്ന് പ്രസംഗിച്ചിട്ട് ഒരു ഓട്ടർ കോളിങ് കൊടുത്തു. സ്നാനപ്പെടാൻ താല്പര്യമുള്ളവർ കൈ ഉയർത്താൻ പറയും. കുറേ കൈ പൊങ്ങി. ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, മൈക്ക് വെച്ചു. അവിടെ നിന്നാൽ പിന്നെ പ്രശ്നമാണോ, ഓടിപ്പോയി കാറിൽ കയറി വിട്ടുപോയി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയുന്നു, എല്ലാവരെയും ഇഷ്ടമാണെങ്കിലും ഉപദേശം വിട്ട് കളിക്കാൻ താല്പര്യമില്ല. കൈ ഉയർത്തിയ ദൈവത്തെ ഒരു സ്തോത്രം ചെയ്താട്ടെ. രക്ഷിക്കപ്പെടുന്ന ഒരു കാര്യം എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ 2ാം പടിയാണ് യേശുക്രിസ്തുവിനോട് ചേരാനുള്ള സ്നാനം എന്ന് പറയുന്നത്. ഈ മീറ്റിങ്ങിനകത്ത് ഇത് പ്രസംഗിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, സുവിശേഷ യോഗം ധാരാളം കേട്ടിട്ടുണ്ടായിരിക്കാം, ആരാധന യോഗങ്ങളിൽ ധാരാളം പോയിട്ടുണ്ടായിരിക്കാം, ഒത്തിരി കൂട്ടായ്മകളിൽ വന്ന് സൗഖ്യം അനുഭവിച്ചിട്ടുണ്ടാകാം. സൗഖ്യത്തിൻ്റെ സാക്ഷ്യം സ്റ്റേജ് കിട്ടിയാൽ മൈക്ക് പിടിച്ച് 10 പേരുടെ കയ്യടി കിട്ടാൻ വേണ്ടി പറയുന്നുണ്ടാകാം. എന്തെല്ലാം സത്യമാണെങ്കിലും സ്നാനപ്പെട്ടില്ലെങ്കിൽ നിത്യമായ സ്വർഗീയ മഹിമ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകും. അതുകൊണ്ട് ഈ 2ാമത്തെ രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. സ്നാനത്തിനായിട്ട് ഈ മീറ്റിങ്ങിൽ എഴുന്നേൽക്കട്ടെ ചിലർ. കൈ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ആമേൻ. അപ്പോൾ സ്നാനത്തിൻ്റെ ചർച്ച കഴിഞ്ഞു. 6-ാം അധ്യായത്തിൽ 7-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ വിവാഹത്തിൻ്റെ ചർച്ചയാണ്. വിവാഹത്തെക്കുറിച്ചുള്ള പരാമർശം പൗലോസ് മൊത്തം കേട്ടിട്ട് പറഞ്ഞു, ഒരാൾക്ക് തന്നെ ഒന്നിലധികം ഭാര്യമാരുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത് യൂറോപ്യൻ കൾച്ചറാണ്. അവിടെ 6 മാസം ഒരാളുടെ കൂടെ താമസിച്ചിട്ട് അടുത്ത ആളെ വേണേൽ സെലക്ട് ചെയ്യാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതെല്ലാം അങ്ങനെ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൻ്റെ അകത്ത് അങ്ങനെ ഇല്ല. ഇന്ത്യൻ കൾച്ചറിൻ്റെ അകത്ത് വളരെ അപൂർവമായ ആളുകൾ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. പക്ഷേ മറ്റൊരു വെസ്റ്റേൺ കൾച്ചറിൻ്റെ അകത്ത് അതുണ്ട്. അപ്പോൾ ഒന്നിലധികം ഭാര്യമാരുള്ളവർ പാസ്റ്റർമാരാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനീ പറയുന്ന വാക്ക് ലൈവ് ഉള്ളതുകൊണ്ട് ഇച്ചിരി നന്നായിട്ട് പറയാം. യൂറോപ്യൻ കൾച്ചറിൻ്റെ അകത്ത് അന്ന് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒന്നിലധികം ഭാര്യമാരുള്ള ആളുകൾ സഭയ്ക്കകത്തുണ്ടായിരുന്നു. ഒന്നിലധികം ഭാര്യമാരുള്ള ആളുകൾ മെമ്പർഷിപ്പിലുണ്ടായിരുന്നു. അതായത് പറഞ്ഞത്, അധ്യക്ഷൻ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണമെന്ന് പൗലോസ് രേഖപ്പെടുത്താനുള്ള കാരണം അതായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. അപ്പം നോക്കുക, വിവാഹം കഴിച്ചവരുടെ എല്ലാം ജീവിതം കണ്ടതുകൊണ്ടായിരിക്കാം പൗലോസ് പറഞ്ഞു, വിവാഹം കഴിക്കാതിരിക്കുന്നത് ഏറെ നല്ലത്. പ്രൈസ്. സന്തോഷമാണെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അത് ഉപദേശമല്ല, അത് പൗലോസിൻ്റെ അഭിപ്രായമായിരുന്നു. പൗലോസ്, ഞാനത് വായിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, പൗലോസ് വിവാഹിതനാകട്ടോ. സന്നിധി സംഘത്തിലെ അംഗമാണ് അദ്ദേഹം. സന്നിധി സംഘത്തിലെ അംഗമായിരിക്കുന്ന ഒരാൾ 30 വയസ്സ് പ്രായം ഉണ്ടാകണം. അയാൾ വിവാഹിതനായിരിക്കണം. വിവാഹിതനായ ഒരാൾക്ക് സന്നിധി സംഘത്തിൽ അംഗമാകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പോൾ വിവാഹിതനാണ്. കുഞ്ഞുങ്ങളുണ്ടോ എന്ന് ചരിത്രകാർ രേഖപ്പെടുത്തിയിട്ടില്ല, പക്ഷെ കണ്ടേക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പക്ഷേ പൗലോസിൻ്റെ വിളി, അദ്ദേഹത്തിൻ്റെ യാത്രയും ആത്മമണ്ഡലത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടും പോലെ കുടുംബത്തെ അന്വേഷിക്കാൻ പറ്റാതെ പോയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ആത്മമണ്ഡലത്തിലൂടെ ഇങ്ങനെ തുടർമാനമായി ജീവിക്കുന്ന ഒരാൾക്ക് ശരിക്കും കുടുംബം പുലർത്തുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടാവാം ഒരു പക്ഷേങ്കിൽ അങ്ങനെ പറയുന്നത്, വിവാഹം കഴിക്കാതിരിക്കുന്നത് ഏറെ നല്ലത്. ഇനി വിവാഹം കഴിച്ചിട്ട് കുടുംബം നോക്കാത്ത ആൾ എന്തിനാ വിവാഹം കഴിക്കുന്നത്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ആ ആശയങ്ങളിലൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ പറയുന്നത് വിവാഹം കഴിക്കാതിരിക്കുന്നത് നല്ലത്. അടുത്തത് വിഗ്രഹാർപ്പിതമാണ്. വിഗ്രഹാർപ്പിതം തിന്നാൻ പറ്റുമോ? ചർച്ചിൻ്റെ അകത്ത് കർത്താവിൻ്റെ മേശയും ഭൂതങ്ങളുടെ മേശയിലും ഒരുപോലെ പങ്കെടുക്കുന്ന ആളുകളുണ്ടായിരുന്നു കൊരിന്ത് ചർച്ചിനകത്ത്. അവർ കർത്താവിൻ്റെ മേശയ്ക്ക് വില കൊടുക്കുന്നില്ല. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അപ്പം തിന്നുന്നത് പോലെ തിന്നുന്ന പുള്ളികളുണ്ടായിരുന്നു കൊരിന്ത് ചർച്ചിനകത്ത്. പണ്ട് നമ്മുടെ നാട്ടിലാണെന്ന് തോന്നുന്നു, കർത്തൃമേശയ്ക്ക് ബ്രെഡ് 2ആയിട്ട് മുറിച്ച് വെച്ചപ്പോൾ ഒരു അമ്മച്ചി അതിൻ്റെ ഒരു
പീസ് എടുത്തെന്നാണ് പറയുന്നത്. പാസ്റ്റർ പറഞ്ഞു അത്ര എടുക്കല്ലെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കർത്താവിൻ്റെ ശരീരമാണ്, ഞാൻ 3 ദിവസം ഫാസ്റ്റിങ്ങിലുമായിരുന്നു, അതുകൊണ്ട് പാസ്റ്റർ എതിർക്കണ്ടെന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, സ്തോത്രം. അപ്പം നോക്കിയേ, ഇതെന്തോ ആഹാരമായിട്ട് ആസ്വദിക്കുന്നവരുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ ക്ഷമിക്കണം, 3-ാമത്തെ ഭാഗമാണ് ഞാൻ പറയുന്നത്. വിഗ്രഹാർപ്പിതം തിന്നരുത്. അറിഞ്ഞുകൊണ്ട് വിഗ്രഹാർപ്പിതം തിന്നരുത്. അറിയാതെ ഒത്തിരി എണ്ണം നമ്മൾ കഴിക്കുന്നുണ്ടാവാം, പക്ഷേ അവയൊന്നും നമുക്ക് ഹാനി വരുത്തുകയില്ല. ബലഹീനനായൊരു വിശ്വാസി നമ്മളെ കാണുന്നുണ്ടെങ്കിൽ ബലഹീനനായൊരു വിശ്വാസിയുടെ വിശ്വാസം ക്ഷീണിക്കാതിരിക്കുവാൻ ബലമുള്ള വിശ്വാസി അത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഏത് സാധനം കഴിച്ചാലും ഡൈജഷനിലൂടെ പുറത്തു പോകുന്നതല്ലാതെ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, അഭിഷേകമുള്ള ഒരു ദൈവവൈതലിനെ അത് ബാധിക്കത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. പിന്നീട് വരുന്നത് സ്നാനമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്ഷമിക്കണം. പിന്നീട് വരുന്ന കർത്തൃമേശയാണ്. കർത്തൃമേശയെക്കുറിച്ചുള്ള കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം. കർത്തൃമേശ കേരളത്തിലെ മുഴുവൻ പിടിച്ച് കുലുക്കിയ ഒരു പഠിപ്പീര് കയറി വന്നിരുന്നു. സ്നാനപ്പെടാത്തവർക്ക് കർത്തൃമേശ കൊടുക്കാം. അത് ഒരു ഇളക്കം സൃഷ്ടിച്ച, ഒരു തരംഗം സൃഷ്ടിച്ച പ്രസംഗമായിരുന്നു. സ്നാനപ്പെടാത്തവർക്ക് എന്ത് ചെയ്യുക? കർത്തൃമേശ കൊടുക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മൊത്തം ഉപദേശമല്ലേ? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്നാനപ്പെടാത്തവർക്ക് കർത്തൃമേശ കൊടുക്കുക എന്നുള്ള ചിന്ത വന്നപ്പോൾ മൊത്തത്തിൽ ഭയങ്കര തർക്കമായി, പ്രശ്നങ്ങളായി, ബുദ്ധിമുട്ടുകളായി, ഭയങ്കരമായിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്ക വേദികൾ ഉണ്ടാകാൻ തുടങ്ങി. ആ സമയങ്ങളിൽ ഒരു ഗ്രൂപ്പ് എന്നോട് ചോദിച്ചു, പാസ്റ്റർ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഞാൻ പറഞ്ഞു, സ്നാനപ്പെട്ടവർക്കും കർത്തൃമേശ കൊടുക്കരുത്, സ്നാനപ്പെടാത്തവർക്കും കൊടുക്കരുത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പം അവരെൻ്റെ അടുത്തോട്ട് കയറിയിരുന്നു. കാര്യം എന്നാണെന്നറിയോ? ഞാൻ പറയാൻ പോകുന്ന ഇനി ഒരു പുതിയ ഉപദേശമാണല്ലോ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്നാനപ്പെട്ടവർക്ക് കൊടുക്കണമെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്, സ്നാനപ്പെടാത്തവർക്ക് കൊടുക്കരുതെന്നുമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഒരു പുതിയ പഠിപ്പിരി വന്നോ, സ്നാനപ്പെടാത്തവർക്ക് കൊടുക്കാമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, സ്നാനപ്പെട്ടവർക്കും കൊടുക്കരുത്, സ്നാനപ്പെടാത്തവർക്കും കൊടുക്കരുത്. അപ്പോൾ അവർക്കറിയണം പാസ്റ്റർ എന്താ ഉദ്ദേശിക്കുന്നത്. ഒരു ഫോൺ റെക്കോർഡായിട്ട് മോഡിട്ടിട്ട് എൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നു. പാസ്റ്റർ എന്ന് പറഞ്ഞു. എനിക്കറിയാം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് വൈറലാകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് ഞാൻ വളരെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സുഹൃത്തുക്കളെ, ഇതിൻ്റെ അകത്ത് വേറൊന്നും പറയാനില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ലോകപരമായ ജീവിതത്തിൽ നിന്ന് വേർപെട്ട് കൂട്ടായ്മ മുടക്കാതെ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവൻ തിന്നാനുള്ളതാ തിരുമേശ. കേൾക്കുന്നവരുണ്ടെങ്കിൽ രാമേൻ പറ. അല്ലാതെ സ്നാനം തിരുമേശയ്ക്കുള്ള യോഗ്യതയല്ല. ആമേൻ. സ്നാനപ്പെട്ടിട്ട് തോന്നിയതുപോലെ ജീവിക്കുന്നവന് തിന്നാനുള്ളതല്ല തിരുമേശ. സ്നാനപ്പെട്ടിട്ട് നുണ പറയുന്നവനും വേണ്ടാത്ത ജീവിതം നയിക്കുന്നവനും തിന്നാനുള്ളതല്ല തിരുമേശ. സ്നാനപ്പെട്ടവൻ വിശുദ്ധ ജീവിതം നയിക്കണം, വേർപാട് അനുഷ്ഠിക്കണം, കൂട്ടായ്മ മുടക്കാതെ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. അങ്ങനെയുള്ളവൻ തിന്നാൽ തിരുമേശയുടെ സൗഖ്യവും തിരുമേശയിൽ മറഞ്ഞു കിടക്കുന്ന മരണത്തെ പൊട്ടിക്കുന്ന അഭിഷേകവും അവൻ്റെ ശരീരത്തിനകത്ത് വ്യാപരിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കൈ തട്ടി കർത്താവിൻ്റെ നാമത്തിനൊരു മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പിന്നീട് വരുന്ന ഭാഗങ്ങളാണ് കൃപാവരങ്ങൾ. 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങളുടെ ഒരു ബൃഹത്തായ പഠനമാണ്. 13ഓളം കൃപാവരങ്ങൾ ഉണ്ടെങ്കിലും 11 കൃപാവരങ്ങളെ ഈ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അതായത് കൊരിന്ത്യർ ലേഖനം പഠിപ്പിക്കുന്നുണ്ട്. 12-ാം അധ്യായം 11ഓളം കൃപാവരങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നു. 13 കൃപാവരങ്ങൾ ഓൾമോസ്റ്റ് ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു. ഏറ്റവും ഒടുവിലായി മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് അവരുടെ ഇടയിൽ ചർച്ചയുണ്ടായിരുന്നു. പരീശന്മാർ വിശ്വസിക്കുന്നത് മരിച്ചവർ പുനരുത്ഥാനം ചെയ്യുമെന്നോ, ശാസ്ത്രിമാർ വിശ്വസിക്കുന്നത് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കത്തില്ലെന്നുമാണ്. അങ്ങനെയുള്ളൊരു തർക്കം അവരുടെ ഇടയിൽ നടക്കുമ്പോൾ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചവരുടെ പുനരുത്ഥാനത്തെ പൗലോസ്ലീഹ ഉറപ്പിക്കുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയുന്നു, ഇത്ര ഘനമുള്ള ദൈവസഭയുടെ അകത്ത് നടക്കുന്ന വിഷയങ്ങളെ ആധികാരികമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കൊരിന്ത്യർ ലേഖനം വായിക്കണം, കൊരിന്ത്യർ ലേഖനം പഠിക്കണം. നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിശ്ചയമായിട്ടും കൊരിന്ത്യർ ലേഖനത്തിൻ്റെ പഠനമുറിയിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സാക്ഷ്യ ജീവിതം സഭയ്ക്കകത്ത് നയിക്കാൻ കഴിയത്തുള്ളൂ. ഈ ഒരു സബ്ജക്റ്റ് സംസാരിക്കാൻ പറ്റുന്നത് ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. 11-ാം അധ്യായത്തിലേക്ക് വരാം. 11-ാം അധ്യായത്തിലെ മേജർ സ്റ്റഡി കർത്തൃമേശയാണ്. 11-ാം അധ്യായത്തിലെ മേജർ സ്റ്റഡി കർത്തൃമേശയാകുമ്പോൾ പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിനകത്ത്, ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണം, 12-ാം അധ്യായത്തിനകത്ത് എഴുത്തുകാരനായിരിക്കുന്ന മോശ പെസഹ എന്ന് പറയുന്ന ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പെസഹയെ പറ്റി കൈകാര്യം ചെയ്യുമ്പോൾ ഇസ്രായേൽ ജനം മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്ന സമയമാണ്. വിടുവിക്കപ്പെടാൻ
സമയമായപ്പോൾ മോശയോട് കർത്താവ് പറഞ്ഞു, നീ പാളയത്തിൽ പറയണം, ആബീബ് മാസം 10-ാം തീയതി 1 വയസ്സ് പ്രായമുള്ള ഒരാണാടിനെ വേർതിരിക്കണം. 4 ദിവസങ്ങൾ അതിനെ വേർതിരിച്ചിട്ട് 14-ൻ്റെ അന്ന് രാത്രിയിൽ അതിനെ അറുക്കണം. 14-ൻ്റെ അന്ന് രാത്രിയിൽ അതിനെ അറുക്കുമ്പോൾ അതിൻ്റെ രക്തം ഒരു തളികമേൽ ശേഖരിക്കണം. അതിൻ്റെ മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോടും കൂടെ കാലിൽ ചെരുപ്പിട്ട് കയ്യിൽ വടിപിടിച്ച് അരമുറുക്കി ദ്രുതഗതിയിൽ അതിനെ തിന്നണം. ഇത് നിയമമാകട്ടോ. ആ തളികമേലെടുത്തു വെച്ച രക്തം കട്ടളപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടണം. അർത്ഥാൽ ഇന്ന് രാത്രി സംഹാരകൻ പട്ടണത്തിൽ ഇറങ്ങി വരും. രക്തമടയാളമുള്ള ഒരു വീട്ടിലും മരണം നടക്കത്തില്ല. കൈയുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പം നോക്കുക, 1 വയസ്സ് പ്രായമുള്ള ഒരാണാട് അറുക്കപ്പെടുമ്പോൾ അതിൻ്റെ രക്തം കട്ടളപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടിയാൽ മരണദൂതന് പ്രവേശനമില്ല. രണ്ടാമത്തത്, മാംസം തിന്നതിനെക്കുറിച്ച് പുറപ്പാടിൽ എഴുതിയിട്ടില്ലെങ്കിലോ പുറപ്പാടിന് ആസ്പദമായ സങ്കീർത്തനങ്ങൾ എഴുതിയ മോസസ് തൻ്റെ സങ്കീർത്തന രചനയ്ക്കകത്ത് എഴുതിയ ഒരു ഭാഗമുണ്ട്. അവനവരെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു പുറത്തു ഇടയിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. എന്താ അതിൻ്റെ അർത്ഥം? കണ്ണ് കാണാത്തവനുണ്ടായിരുന്നു, കാത് കേൾക്കാത്തവനുണ്ടായിരുന്നു, കൈക്ക് സ്വാധീനവും എന്നാൽ ആടറുക്കപ്പെട്ടതിൻ്റെ രാത്രിയിൽ അവർ മാംസം തിന്നപ്പോൾ കണ്ണടഞ്ഞവൻ്റെ കണ്ണു തുറന്നു, ചെവി കേൾക്കാത്തവൻ്റെ ചെവി തുറന്നു, ബലഹീനമായ കൈ ആക്ടിവേറ്റ് ആകാൻ തുടങ്ങി, ബലഹീനമായ കാൽ ആക്ടിവേറ്റ് ആകാൻ തുടങ്ങി. അന്നത്തെ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടപ്പോൾ രോഗസൗഖ്യം നടന്നെങ്കിൽ ഇന്ന് നിരന്തരമായി നടക്കുന്ന തിരുമേശയ്ക്കകത്ത് ഇത് സംഭവിച്ചിരിക്കോ? അതിൻ്റെ ഭംഗിയോടുകൂടി അതിൻ്റെ മഹത്വത്തോടുകൂടി മേശ ആരെങ്കിലും അനുസരിക്കുന്നെങ്കിൽ ആസ്വദിക്കുന്നെങ്കിൽ അന്ന് നടന്ന അത്ഭുതം ഇന്നും സഭയ്ക്കകത്ത് നടക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കൈ തട്ടി ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. ഈ ഭാഗം പറയാൻ പറ്റുന്നത് സന്തോഷമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം വായിച്ചിട്ടുള്ളവർക്കറിയാം. പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ പത്രോസ് ലീഗ ജയിലിൽ കിടക്കുക. പത്രോസ് ജയിലിൽ കിടക്കുമ്പോഴത്തേന് ഹെരോദാവ് പറയുന്നു, പെസഹ കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ കൊല്ലുമെന്ന്. പെസഹ കഴിഞ്ഞിട്ട് കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് ലീഗ ചിരിച്ചു കാണും. എന്താ കാര്യം എന്നറിയാമോ? പെസഹായ്ക്ക് മുമ്പാണ് നിനക്കെന്നെ കൊല്ലാൻ പറ്റൂ, പെസഹായ്ക്ക് ശേഷമാണ് നിനക്കെന്നെ തൊടാൻ പറ്റത്തില്ല. എന്താ കാര്യം എന്നറിയോ? പെസഹ മരണം പൊട്ടിക്കുന്നതാണ്. രാത്രി വിശ്വസിക്കുന്നവരോട് പറയുന്നു, എവിടെ കാൽവറി ക്രൂശ് ഉയർത്തപ്പെടുന്നോ, എവിടെ കർത്താവിന്റെ ക്രൂശിന്റെ ജീവൻ വ്യാപരിക്കുന്നുവോ, അവിടെ വിശ്വസിക്കുന്നവർക്ക് നേരെ നിൽക്കുന്ന മരണത്തിന്റെ കെണികൾ പൊട്ടിപ്പോകുമെങ്കിൽ ഈ 2ാമത്തെ രാത്രി ഇതിനകത്തിരിക്കുന്ന കസേരകളിൽ ഇരുന്ന് കരം തട്ടുന്നവരോടും ഈ ശബ്ദം ശ്രവിക്കുന്നവരോടും പറയുന്നു, നിന്റെ കുടുംബത്തിന്റെ അകത്തേക്ക് കയറി വന്ന് നിന്റെ വീടിനകത്ത് നഷ്ടങ്ങൾ ഉണ്ടാക്കി, കലച്ചിലുണ്ടാക്കി, മറ്റുള്ളവരുടെ വിരൽ ചൂണ്ടി നിന്നെ കളിയാക്കാൻ പാകത്തിൽ നിൽക്കുന്ന സമസ്ത പ്രതിസന്ധികളെ, അനർത്ഥങ്ങളുടെ ദൂതന്മാരെ വഴിമാറ്റാൻ കഴിയുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി ഞാൻ ഉയർത്തി കാണിക്കുന്ന യേശുവിന്റെ നാമമാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അതിന് ആമേൻ പറയാൻ കഴിയോ? അപ്പൊ തിരുമേശയ്ക്ക് അത്ര കണ്ട് പ്രസക്തിയുണ്ട്. തിരുമേശയിൽ മറ്റൊന്നിനോട് ഉപമിക്കാൻ പറ്റത്തില്ല. കാര്യം ഇത്ര പ്രസക്തമായി ഏതൊരു പരസ്യവേദി ആയതുകൊണ്ടും ദൈവിക പരിജ്ഞാനത്തിൽ സംസാരിക്കേണ്ടത് ആവശ്യമായതുകൊണ്ടും മറ്റൊരാളെ മുറിവേൽപ്പിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടും ഞാൻ ആ വാക്ക് അങ്ങനെ പറയുകയാണ്. തിരുമേശയെ മറ്റൊന്നിനോടും ഉപയോഗിക്കാൻ കഴിയത്തില്ല. തിരുമേശ കർത്താവായ യേശുവിൻ്റെ തിരുശരീരത്തിനും തിരുരക്തത്തിനും നിഴലാണ്. ആമേൻ. അഡ്വാൻസ്ഡ് ടെക്നോളജികളില്ലാത്ത, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നും തലയിലെ ഞരമ്പ് പൊട്ടുന്ന അവസ്ഥകളുണ്ടായിരുന്നു. ഹൃദയത്തിൻ്റെ വേദന, ഹാർട്ട് അറ്റാക്കാണെന്ന് അറിയാൻ വയ്യാത്തൊരു കാലഘട്ടം. കിഡ്നി ഫെയിലായാൽ, കാലിന് നീര് വന്നാൽ, മുഖത്ത് നീര് വന്നാൽ ഡയഗ്നോസിസ് ചെയ്യാത്തത് കൊണ്ട് അറിയാത്തൊരു കാലഘട്ടം. ലിവറിന് കംപ്ലൈൻറ്റ് വന്നാൽ അറിയാൻ വയ്യാത്തൊരു കാലഘട്ടം. അന്നും ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു കാലഘട്ടം. പക്ഷെ അന്ന് ഈ പുസ്തകം പിടിച്ച പ്രായം ചെന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഞായറാഴ്ചത്തെ കർത്തൃമേശയ്ക്ക് വേണ്ടി കാത്തിരിക്കോ. ആ തിരുമേശയ്ക്കകത്തവർ സൗഖ്യം അനുഭവിച്ചു. വിശ്വസിക്കുന്ന സഭയോട് ആത്മാവ് പിന്നെയും ഇടപെടുകയാണ്. വിശ്വസിച്ചാൽ തിരുമേശയ്ക്കകത്ത് വ്യാപരിക്കുന്ന മഹത്വം നിന്റെ ശരീരത്തിലും നിന്റെ കുടുംബത്തിലും നിന്റെ സഭയ്ക്കകത്തും വെളിപ്പെട്ടു വരും.
ഒരു വിളംബരം നടത്തി. ആ വിളംബരം എന്താണെന്നറിയാമോ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. രാത്രി ഇതിനകത്ത് വന്നിരിക്കുന്നവരോട് പറയാം, നിനക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്. നീ സേവിക്കുന്ന കർത്താവ് നിനക്ക് ചോദിക്കാനും പറയാനുമുള്ള ആളാണ്. നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൽ ഇടപെടേണ്ടവർ ഇടപെട്ടില്ലെങ്കിൽ, നീ അനുഭവിക്കുന്ന വേദനകളുടെ അകത്ത് ഇടപെടേണ്ടവർ ഇടപെടുന്നില്ലെങ്കിൽ, നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിനകത്ത് കറക്റ്റ് സമയത്ത് ഇടപെടുന്ന ഒരാൾ അവൻ ഇന്ന് രാത്രി ഈ പന്തലിന്റെ അകത്തൂടി നടക്കുന്നുണ്ട്. അവന് വേദപുസ്തകം ഇട്ടിരിക്കുന്ന പേര് യേശു എന്നാണ്. കൈ ഉയർത്തി ഒന്നുകൂടി ദൈവത്തെ സ്തുതിക്ക്. കർത്താവിനെ പിതാവ് വെളിപ്പെടുത്തുക, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അടുത്തത്, ഇവന് ചെവി കൊടുപ്പീൻ. പിന്നീട് യേശു ഉപവസിച്ചതായിട്ട് രേഖപ്പെടുത്തുന്നു. കർത്താവ് 40 നാൾ ഉപവസിച്ചു. യേശുവിന് ഉപവാസം ആവശ്യമായിരുന്നോ? യേശു ഉപവാസം ആവശ്യമായിരുന്നില്ല. എന്നിട്ട് എന്തിനാ യേശു ഉപവസിച്ചത്? യേശു ന്യായപ്രമാണത്തിന്റെ നിവർത്തിക്ക് വേണ്ടി ഉപവസിച്ചു. കേൾക്കുന്ന എത്ര പേർക്ക് ആമേൻ പറയാം? ഉപവാസം കഴിഞ്ഞ ഉടനെ യേശുവിനെ പരീക്ഷ നേരിട്ടു. സാത്താൻ അവൻ്റെ അടുത്ത് വന്നു. എല്ലാം വിശകലനം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ വേഗം ഓടിപ്പോകുക. സാത്താൻ വന്ന് അമ്പേ പരാജയപ്പെട്ടു പോയി. അമ്പേ പരാജയപ്പെട്ടു പോയ ആ പരീക്ഷയെ നോക്കി ഒരു കാര്യം പറയാം, ഒരു പരീക്ഷയെ ഒതുക്കരുത്, ഒരു വികാരത്തെ ഒതുക്കരുത്. അതിനെ ജയിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നേരിടുന്ന ഒരു പരീക്ഷകളെയും പ്രാർത്ഥിച്ച് നിങ്ങൾ ഒതുക്കരുത്. അതിനെ പ്രാർത്ഥിച്ച് മറികടക്കണം. പ്രാർത്ഥിച്ച് നിങ്ങൾ അതിനെ ജയിക്കണം. ഒതുക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം, ജയിക്കുന്നതാ ക്രിസ്തീയ ജീവിതം. കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കും. ഒന്നുകൂടി പറയാം, ഒതുക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം, ജയിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. അങ്ങനെ അവൻ ആധികാരികമായിട്ട് അതിന്റെ മേൽ ജയിച്ചു. ജയിച്ചു കഴിഞ്ഞ് അവിടെ എഴുതിയേക്കുന്നത് ഇങ്ങനെയാ, പിന്നീട് സാത്താൻ അവനെ ഫോളോ ചെയ്തില്ല, സാത്താൻ അവനെ ശല്യപ്പെടുത്തിയില്ല. ജയിക്കുന്നവനെ എപ്പോഴും സാത്താന് പേടിയാ. ആമേൻ. ജയിച്ചവനാണ് അടുത്ത മീറ്റിംഗിൽ വരുന്നത്. ജയിച്ചവന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നത്. ജയിച്ചവർ എന്തെങ്കിലും ചെയ്താൽ ആ ജയം ദേശത്ത് വെളിപ്പെടും. ആമേൻ. വ്യാഖ്യാനിക്കപ്പെടേണ്ടതാ, ഓടുകയാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ഒരു കാര്യം മാത്രം പറയാം. യേശു ഒരു കല്യാണ വീട്ടിൽ ചെന്നു. കല്യാണം കൂടാൻ വേണ്ടി അവിടെ ചെന്നത്. പണ്ടൊരാൾ പറഞ്ഞു, യേശു കല്യാണത്തിന് പോയത് കൊണ്ട് നമുക്കും കല്യാണത്തിന് പോകാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. നല്ല കാര്യം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു കല്യാണ വീട്ടിൽ ചെന്നു. കല്യാണ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിന് വേണ്ടും പോലെ മാന്യതയൊന്നും കിട്ടിയില്ല, വേണ്ടും പോലെ അർഹമായ സ്ഥാനമൊന്നും കിട്ടിയില്ല. നല്ലൊരു നിന്നാണെങ്കിൽ ദേവദാസി പറയുകയാണ്, തിരക്കുള്ളൊരു ദേവദാസനാണ്, സമയം കിട്ടത്തില്ല, എന്നാൽ പുള്ളിയെ കിട്ടിയതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയൊന്നും പറയാത്തതിൽ ദൈവത്തിന് നന്ദി പറയുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നന്നായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പണ്ടൊരു പാസ്റ്ററെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ പുള്ളി പറഞ്ഞു, ഞാൻ എന്നെ പിടികിട്ട പുള്ളിയാണോ എന്ന് ചോദിച്ചു. കാര്യം ഇദ്ദേഹത്തെ കിട്ടാനില്ല എന്നൊക്കെ പറയുമ്പോൾ നോക്കുക, അധികം ആലങ്കാരിക വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ നല്ല കാര്യം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്കണം. കർത്താവായ യേശു ക്രിസ്തു ആ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിനും വേണ്ടും പോലെ മാന്യതയൊന്നും കിട്ടിയില്ല. പക്ഷേ മാന്യത കിട്ടിയില്ലെങ്കിലും കർത്താവ് ആ വീട്ടിലുണ്ടായ ബുദ്ധിമുട്ടിനെ പരിഹരിച്ചു. കർത്താവ് വന്നത് പ്രധാന ഇരിപ്പിടം കൊതിച്ചല്ല. കർത്താവ് വന്നത് ആഹാരം കഴിക്കാനല്ല. കർത്താവ് വന്നത് തന്നിലേൽപ്പിക്കപ്പെട്ട മഹത്വത്തെ വെളിപ്പെടുത്താനാണ്. ഈ മീറ്റിങ്ങിൻ്റെ പിറകിൽ ഒരൊറ്റ ഉദ്ദേശമുള്ളൂ, ആള് കളിക്കാനല്ല, കുറേ പൈസ ഉണ്ടെന്ന് കാണിക്കാനല്ല, ഇത്രയും സംവിധാനത്തിൻ്റെ അകത്ത് ഞങ്ങൾക്ക് പാടാനും പ്രസംഗിക്കാനും അറിയാം എന്ന ദേശക്കാരെ കാണിക്കാനല്ല. നിങ്ങളുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ പരിഹരിക്കാൻ ഒരാളുണ്ട്. അവൻ്റെ മഹത്വം നിൻ്റെ വീട്ടിൽ വെളിപ്പെട്ടാൽ നീ രക്ഷപ്പെടും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ മീറ്റിംഗ് ഇവിടെ നടക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കർത്താവിൻ്റെ ആദ്യത്തെ ശുശ്രൂഷയിൽ തന്നെ പ്രധാനപ്പെട്ട അത്ഭുതം നടന്നു. പിന്നീട് അങ്ങോട്ട് കണ്ടിന്യൂസ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് തൻ്റെ 12ഓളം വരുന്ന ശിഷ്യന്മാരോട് കൂടെ കർത്താവ് യാത്ര ചെയ്തു പോരുകയാണ്. യാത്ര ചെയ്തു പോന്നപ്പോഴത്തേക്കിന് യേശു ഒരു ഉപമ പറഞ്ഞു. ഒരു കഥയാണ് യേശു കൂടുതലും പറയുന്നത്. ആ കഥകളിൽ പ്രധാനപ്പെട്ട ഒരു കഥയായിരുന്നു മുടിയം പുത്രൻ്റെ കഥ. ആ കഥയുടെ വ്യാഖ്യാനത്തിൻ്റെ ലാസ്റ്റ് ഭാഗം ഇച്ചിരി ഗൗരവമേറിയ വിഷയമാണ്. ആ കഥയുടെ ലാസ്റ്റ് കണ്ടന്റ് ഇതാണ്:
ഈ പ്രായമുള്ള മനുഷ്യൻ ഓടിച്ചെന്ന് ദീർഘവർഷങ്ങൾക്ക് മുമ്പ് വീട് വിട്ടിറങ്ങിപ്പോയ മകനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു, അവനെ തിരിച്ച് വീട്ടിൽ കയറ്റുന്നു, അവനെ കുളിപ്പിക്കുന്നു, അവന് വസ്ത്രം കൊടുക്കുന്നു, ചെരുപ്പ് കൊടുക്കുന്നു, മോതിരം കൊടുക്കുന്നു. ഈ കഥ കേട്ടപ്പോൾ യഹൂദന്മാർ കല്ലെടുത്തു എറിയാൻ വേണ്ടി. എന്താ കാര്യം എന്നറിയാമോ? ഒരിക്കലും അവരുടെ ന്യായപ്രമാണ പ്രകാരം ആ കഥ ഉൾക്കൊള്ളാൻ പറ്റാത്ത കഥയാണ്. ന്യായപ്രമാണ പ്രകാരം ആ കഥയെ അംഗീകരിക്കാൻ പറ്റത്തില്ല. വീട് വിട്ടിറങ്ങിപ്പോയവനെ തിരിച്ചെടുക്കുന്ന ഒരു പരിപാടി ന്യായപ്രമാണത്തിനില്ല. രണ്ടാമത്, പ്രായമുള്ള ഒരാൾ നഗ്നത കാണിക്കരുത്. പ്രായമുള്ളയാൾ കണങ്കാല് കാണിക്കാൻ പറ്റത്തില്ല. ഓടിച്ചെന്ന് മകനെ കെട്ടിപ്പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ നഗ്നത വെളിപ്പെട്ടു വരും. അങ്ങനെ അവർ ഈ കഥ കേട്ടപ്പോഴത്തേക്കിന് മുഴുവനും യേശു പറഞ്ഞു വെക്കുന്നത് ന്യായപ്രമാണത്തിനെതിരാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ഇങ്ങനെയുള്ളവനെ പരസ്യമായി സ്ഥലത്ത് കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലേണ്ടതാണ് നിയമം പറയുന്നത്. പക്ഷേ യഥാർത്ഥമായി നിയമം മോശയ്ക്ക് പർവ്വതത്തിന്റെ മുകളിൽ കൊടുത്തവൻ ആരാണോ അവനിപ്പോൾ നിയമം ജഡാവതാരമെടുത്ത് രംഗപ്രവേശം ചെയ്ത് നിൽക്കുകയാ. അവൻ പറയുകയാണ്, ഇങ്ങനെയുള്ളവനെ ഉപേക്ഷിക്കുന്നതാണ് ന്യായപ്രമാണത്തിന്റെ ചരിത്രമെങ്കിൽ ഇതാ ഒരു പുതിയ നിയമത്തെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നു. ഇങ്ങനെയുള്ളവനെ തഴയുന്നതല്ല നിയമം, അവനെ ചേർത്ത് പിടിക്കുന്നതാണ് ആ നിയമം. ആ നിയമത്തിന്റെ പേരാണ് പുതിയ നിയമം. ആമേൻ. അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിരിക്കാൻ ഭാഗ്യം കിട്ടിയത്. എനിക്ക് 100% ഉറപ്പുണ്ട്, യോഗ്യത കൊണ്ടല്ല ഈ കസേരയിൽ ഇരിക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ കൃപയാ. കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരു ആമേൻ പറ. 12 ശിഷ്യന്മാർ, 12 സ്വഭാവം. ഈ 12 സ്വഭാവം ഉള്ളതിനെ കൊണ്ടു നടക്കാൻ യേശു കാണിച്ച ആ മാന്യതയ്ക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. അവസരം കിട്ടിയാൽ, ഇച്ചിരി പൈസ കിട്ടിയാൽ കാല് വാരുന്ന യൂദ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവസരം കിട്ടിയാൽ ഒറ്റിക്കൊടുക്കുന്ന ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തള്ളിപ്പറയുന്ന പത്രോസ് ലീഗ, യേശു അറിയാത്ത വാള് കയ്യിലുള്ള പത്രോസ്, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീരവാദത്തിന് ഒരു കുറവുമില്ലാത്ത ശക്തന്മാരായ കൂട്ടുദാസന്മാർ. ഒരു വീരവാദവും പറയാത്ത ഒരേ ഒരാളെ ഉള്ളായിരുന്നു, അത് യോഹന്നാൻ മാത്രം. ഇപ്പം ഈ 25 വന്നു. 25 വന്നപ്പോഴത്തേക്കിന് മിക്ക പാസ്റ്റർമാരും പറയാറുണ്ട്, ദയവായി ആരും തീരുമാനം എടുക്കരുതെന്ന്. എന്താ കാര്യമെന്നറിയാവോ? തീരുമാനം എടുത്തതൊന്നും നിവർത്തിക്കാൻ ആരെ കൊണ്ടും പറ്റുന്നില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് ദയവായി തീരുമാനം എടുക്കരുത്. ഈ യോഹന്നാൻ ഒന്നും പറഞ്ഞില്ല, എല്ലാവരും ഓടി, പക്ഷെ പുള്ളി മാത്രം ക്രൂശിൻ്റെ അടുത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാതിരിക്കുന്ന നല്ലത്, ഉള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പം ഇത്രയും എണ്ണത്തെ കൊണ്ടു കിടക്കുമ്പോൾ ഇവരുടെ എല്ലാ ആറ്റിറ്റ്യൂഡ് വിവേചിച്ചവനാ കർത്താവ്. അതുകൊണ്ട് തന്നെ യൂദാ ഒറ്റിക്കൊടുക്കുമെന്നും യൂദാ ഒറ്റിക്കൊടുക്കേണ്ടതിനായിട്ട് കൂടെ ചേർന്നവനാണെന്നും കർത്താവിന് അറിയാമായിരുന്നു. അവൻ്റെ വീക്ക്നെസ് പണമാണ്. അവൻ്റെ വീക്ക്നെസ് പണമായതുകൊണ്ട് മഹാപുരോഹിതന്മാർ ചേർന്ന് കുറച്ച് കാശ് കൈക്കൂലി കൊടുത്തിട്ട് പുള്ളിക്കാരൻ എന്നാ ചെയ്തെന്നറിയോ? പക്ഷത്താക്കി. അവനോട് പറഞ്ഞു, ഇത്രയും പൈസ തരാം, യേശു ആരാണെന്നൊന്ന് ചുംബനം കൊണ്ട് കാണിച്ചു തന്നാൽ മതി. അവിടെ ആലോചന കമ്മിറ്റി നടക്കുന്ന കൂട്ടത്തിൽ യൂദായി ഉണ്ടായിരുന്നു. ഇങ്ങനെ 2 പക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ് ദൈവസഭകളുടെ ശാപം. രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. അവിടെയുമുണ്ട്, ഇവിടെയുമുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാശ് മേടിച്ചു, എന്ത് ചെയ്തെന്നറിയാമോ? അവിടുന്ന് കാശ് മേടിച്ചു, ഇവിടെ വന്ന് നിൽക്കുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ കൂടെ നിൽക്കുകയാണ്. രാത്രിയിൽ കർത്താവ് തിരുമേശ കയ്യിലേക്ക് എടുക്കുന്നു. മേശയാണ്, മേശയിലേക്ക് വരികയാണ്. മർക്കോസിൻ്റെ മാളിക മുറിക്കകത്ത് ഒരുക്കപ്പെട്ട മേശ. കർത്താവ് അപ്പക്കഷ്ണം കയ്യിലോട്ട് എടുക്കുമ്പോൾ കൈ വിറച്ച് കാണും, ചുണ്ട് വിറച്ച് കാണും, കണ്ണ് നിറഞ്ഞു കാണും. അവർക്കത് അപ്പമായിട്ടാണ് തോന്നിയത്. പക്ഷേ കർത്താവിനത് അടുത്ത മണിക്കൂറുകൾക്കകത്ത് നുറുങ്ങപ്പെടാൻ പോകുന്ന തൻ്റെ ശരീരമായിട്ടാണ് മനസ്സിലായത്. കർത്താവ് അത് കയ്യിലെടുത്തപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു. അവനത് മുറിച്ചപ്പോൾ അവൻ്റെ ഹൃദയം പെടയാൻ തുടങ്ങി. പിന്നീട് അവൻ ആ പാനപാത്രം കയ്യിലെടുത്തപ്പോൾ ആ കൈ വിറയ്ക്കുന്നുണ്ടായിരിക്കാം. എന്തുകൊണ്ടെന്നാൽ അവർക്കത് വീഞ്ഞായിട്ടാണ് തോന്നുന്നത്. പക്ഷേ അടുത്ത മണിക്കൂർ കഴിയുമ്പോൾ അവസാന തുള്ളി വരെ ഒഴുകാൻ പോകുന്ന തൻ്റെ രക്തമായിട്ടാണ് യേശു അതിനെ കാണുന്നത്. തിരുമേശയെ അവജ്ഞയോടെ തിന്നരുത്. തിരുമേശയെ താല്പര്യമില്ലാതെ അതിനെ സമീപിക്കരുത്. തിരുമേശയെ അപ്പവും വീഞ്ഞും കഴിക്കുന്ന ലാഘവത്തോടെ അതിൻ്റെ അടുത്തോട്ട് വരരുത്. അത് കർത്താവിൻ്റെ ശരീരമാണ്, കർത്താവിൻ്റെ രക്തമാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
പ്രൈസ് ദി ലോർഡ്. നോക്കൂ ദൈവമക്കളെ, അവൻ അത് ചെയ്തതിന് ശേഷമായിട്ട് കെദ്രോൻ തോട് കടന്ന് പാട്ട് പാടിക്കൊണ്ട് ഗദസമന തോട്ടത്തിലേക്ക് പോകുകയാണ്. ഇവിടെ മുതൽ പ്രധാന പ്രമേയങ്ങളാകയാൽ വളരെ ശ്രദ്ധിച്ചിരിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. നോക്കൂ, കർത്താവ് ഗദസമന തോട്ടത്തിലേക്ക് ചെല്ലുന്നു. എന്തിനായിരിക്കാം കർത്താവ് ഈ തോട്ടം തന്നെ തൻ്റെ അവസാന മിനിറ്റിൽ തിരഞ്ഞെടുത്തത്? എന്തിനാ ഇങ്ങനെ ഒരു തോട്ടം തിരഞ്ഞെടുക്കാതെ? ആ മാളിക മുറിയിൽ വെച്ച് തന്നെ ഇവർക്ക് പിടിച്ചുകൂടായിരുന്നോ? പക്ഷേ ഈ തോട്ടത്തിൽ വെച്ച് പിടിക്കാൻ എന്തിനായിരിക്കാം ഏൽപ്പിക്കപ്പെട്ടത്? ഈ ചോദ്യങ്ങൾ ധാരാളം പ്രസക്തമുള്ള ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ മനുഷ്യനായ ആദാം പാപം ചെയ്ത് തൻ്റെ തേജസ് നഷ്ടപ്പെടുത്തിയത് ഒരു തോട്ടത്തിൽ വെച്ചാണ്. ഏദനിൽ വെച്ചാണ്, ഏദൻ എന്ന തോട്ടത്തിൽ വെച്ചാണ് താൻ പാപം ചെയ്ത് തേജസ് നഷ്ടപ്പെടുത്തിയതെങ്കിൽ ഒടുക്കത്തെ ആദാമായിരിക്കുന്ന പുത്രൻ തമ്പുരാൻ ആ തേജസ് തിരിച്ചു പിടിക്കാൻ മറ്റൊരു തോട്ടത്തിൽ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുകയാ. ആദ്യ മനുഷ്യൻ പാപം ചെയ്ത് ഒരു തോട്ടത്തിലെ വൃക്ഷത്തിൻ്റെ പിറകിൽ ഒളിച്ചപ്പോൾ അടുത്ത മനുഷ്യൻ പാപത്തെ ജയിക്കാൻ വേണ്ടി മറ്റൊരു തോട്ടത്തിൽ വീണ് കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. ബൈബിൾ പറയുന്ന എല്ലാ ഭാഗത്തിലും ഒരു കോമൺ സ്റ്റഡി ഉള്ളതുപോലെ ഈ ഗദസമന തോട്ടത്തിൻ്റെ അകത്തേക്ക് യേശു കർത്താവ് പ്രവേശിക്കപ്പെടുന്നു. നെഞ്ചുപൊട്ടി യേശു പ്രാർത്ഥിക്കുകയാ. 6 അറ്റാക്കുകൾ ഒരുമിച്ചുണ്ടായാൽ മാത്രം സംഭവിക്കുന്ന രീതിയിൽ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി യേശു പ്രാർത്ഥിക്കുകയാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ, അവർ പാടിയപ്പോൾ വിയർപ്പുണ്ടായി. ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ ശരീരം വിയർക്കുന്നുണ്ട്, പക്ഷേ രക്തത്തുള്ളികൾ വരുന്നില്ല. എന്നാൽ 6 അറ്റാക്ക് ഒരുമിച്ചുണ്ടാകുന്നത് പോലെ അത്ര ഹാർഡ് പെയിനോട് കൂടിയാ കർത്താവ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, എൻ്റെ അമ്മ ചിലപ്പോഴൊക്കെ എന്നെ തട്ടിയിട്ട് പറയോ, ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാ മോനെ നീ ഇത്ര ഉപയോഗിക്കപ്പെടുന്നതെന്ന് പറയാറുണ്ട്. ഞാൻ ചേർത്ത് പിടിച്ച് കവിളയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് പറയോ, അമ്മയാണെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. പക്ഷെ അമ്മ പ്രാർത്ഥിച്ച കൊണ്ടല്ല ഞാൻ പുറത്തു വന്നത്. ഗദസമന തോട്ടത്തിൽ അവൻ അനുഭവിച്ച കഠിന വേദനയ്ക്കകത്ത് നിന്ന് ഞാൻ പുറത്തു വന്നത്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നവരോട് ചങ്കൂറ്റത്തോടെ ഞാൻ വിളിച്ചു പറയാ, യേശുവിന്റെ കഠിന വേദനയ്ക്കകത്ത് നിന്ന് ഈ രാത്രി നീ പുറത്തു വന്നത്. ഈ പട്ടണം എന്തുകൊണ്ട് സുവിശേഷം കേൾക്കണോ? ചാങ്ങയിലുള്ള മുഴുവൻ ആളുകളും ഈ നിശബ്ദമായി കിടക്കുന്ന ഈ അന്തരീക്ഷത്തിൽ എന്തിനാണ് ഇത് കേൾക്കേണ്ടത്? സുഹൃത്തെ, നീ അറിഞ്ഞില്ലെങ്കിലും അറിയാൻ വേണ്ടി പറയുന്നു. നിനക്ക് വേണ്ടിയാണ് യേശു കഠിന വേദന അനുഭവിച്ചത്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ശരീരം ഭയങ്കരമായി വേദന കൊണ്ട് നിറയാൻ തുടങ്ങി. ഒരു സ്ത്രീ പ്രസവ വേദന അനുഭവിക്കുമ്പോൾ 200 അസ്ഥികൾ ഒടിയുന്ന വേദനയാണ് അനുഭവിക്കുന്നതെന്നാണ് പറയുന്നത്. അത്രയും കഠിന വേദന എടുത്താണ് അവൾ പ്രസവിക്കുന്നത്. ഇതും സത്യത്തിൽ ഒരു പ്രസവമാണ്. 30 വയസ്സ് വരെ, 33.5 തിരുവയസ്സ് വരെ യേശുവിൽ സഭ മറഞ്ഞു കിടപ്പുണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മയെന്ന് അവകാശപ്പെടുന്ന മറിയയ്ക്കോ യേശുവിൻ്റെ അപ്പനെന്ന് അവകാശപ്പെടുന്ന ജോസഫിനോ 12ഓളം വരുന്ന ശിഷ്യന്മാർക്കോ അത്ഭുതം കണ്ടവർക്കോ അടയാളം കണ്ടവർക്കോ റോമൻ പടയാളികൾക്കോ അറിയാത്ത രഹസ്യമായിരുന്നു യേശുവിൽ സഭ മറഞ്ഞു കിടപ്പുണ്ടെന്നുള്ളത്. എന്നാൽ സഭയെ പുറത്തെടുക്കണമെങ്കിൽ ഈ കഠിന വേദന അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ യേശു ഗദസമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് യൂദാ രംഗപ്രവേശം ചെയ്യുന്നു. റോമൻ പടയാളികളോട് കൂടെ വന്ന് കെട്ടി അങ്ങ് പിടിക്കുന്നു. കവിളെ ചുമ്മനം കൊടുക്കുന്നു. കവിളെ ചുമ്മനം കൊടുത്തപ്പോഴും ഈ റോമൻ പടയാളികൾ ഓർത്ത് അവരെ കളിപ്പിക്കുകയായിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ യേശുവിനെ പോലെ തന്നെയാണ് കൂടെ നിൽക്കുന്നവരെല്ലാം. ദൈവത്തിന് മഹത്വമുണ്ടാകും. അവരൊരു കൺഫർമേഷൻ വേണ്ടി ചോദിച്ചു, ആരാ യേശു എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാനാന്ന് പറഞ്ഞു. സിമ്പിളായിട്ടാണ് പറഞ്ഞത് കേട്ടോ. പക്ഷെ അവിടെ യോഹന്നാൻ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്. അത് കേട്ടപ്പോൾ റോമൻ സൈന്യാധിപന്മാർ അല്ലെങ്കിൽ റോമൻ പടയാളികൾ ഇടറി വീണെന്ന് എഴുതിയേക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, യേശു സിമ്പിളായിട്ട് പറഞ്ഞപ്പോൾ റോമിലെ പടയാളികളുടെ കാലിടറിപ്പോയി. യേശു ഇച്ചിരി ഒച്ചേ പറയായിരുന്നു, റോമൻ സാമ്രാജ്യം പോലും കാണത്തില്ലായിരുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. പിന്നെ എന്തിനാ യേശു അത് അനുവദിച്ചതെന്നറിയാമോ? അനുവദിച്ചത് താൻ ക്രൂശിക്കപ്പെടേണ്ടത് ദൈവഹിതവാ. ആമേൻ. കൈ നീട്ടിക്കൊടുത്തു. അവൻ്റെ ദേഹത്തേക്ക് ചെങ്ങല വീണു. അന്ന് രാത്രി മുതൽ 5 കോടതികളിൽ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിക്കപ്പെട്ടു. വിസ്താരത്തിനായിട്ട് നിൽക്കുന്നവരെല്ലാം നന്നായിട്ട് നിയമം അറിയാവുന്നവരാ, മിടുക്കന്മാരും കഴിവുള്ളവന്മാരുമാണ് നിൽക്കുന്നത്. പക്ഷെ ഒരുത്തിന് പോലും ഒരു കുറവും യേശുവിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഈ വാക്കിനൊക്കെ ആയിട്ട് ദൈവത്തിനൊരു ഹല്ലേലൂയ പറഞ്ഞോണം. ന്യായാധിപന്മാർ അവർ പഠിച്ച ഒരു ന്യായത്തിനും നിയമത്തിനും യേശുവിലൊരു കുറ്റം കണ്ടെത്താൻ പറ്റിയില്ല. എന്തുകൊണ്ടായിരിക്കാം യേശുവിലൊരു കുറ്റവും കണ്ടവർക്ക് പിടിക്കാൻ പറ്റാഞ്ഞത്?
ലേവ്യ പുസ്തകവുമായിട്ട് കണക്ട് ചെയ്താലേ അത് മനസ്സിലാകത്തുള്ളൂ. ഒരു കുറവുമില്ലാത്ത ആടിനെ യാഗം കഴിക്കാൻ പറ്റത്തുള്ളൂ. ഒരു കുറവുമില്ലാത്തവനായിട്ട് യേശു തീർന്നത് അവൻ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു യാഗമൃഗമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാ. വിശ്വസിക്കുന്നവരോട് ഇന്ന് രാത്രിയിലും കർത്താവ് പറയുന്നു, ഒരു കുറവുമില്ലാതെ ജീവിച്ച്, ഒരു കുറവുമില്ലാതെ മരിച്ച്, ഒരു കുറവുമില്ലാതെ ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവമുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന നസ്രേനായ യേശുവാണെന്ന് പറയാൻ അഭിമാനമുള്ളവർ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ആ റോമൻ പ്രക്ടോറിയത്തിന്റെ നടുവിൽ വെച്ച്, അവനെ വിസ്തരിച്ചവരുടെ നടുവിൽ വെച്ച് ഒരു കുറ്റവുമില്ലാത്തവനായിട്ട് അവൻ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പീലാത്തോസിന് ഒരു ആഗ്രഹം തോന്നി, യേശുവിനെ ഒന്ന് രക്ഷിച്ചാലോ എന്നൊരാഗ്രഹം തോന്നിയിട്ട് ആ കാലഘട്ടത്തിൽ, ആ സീസണിൽ, ഇങ്ങനെയുള്ള സമയത്ത് കുറ്റവാളികളായ ചിലരെ വിട്ടയക്കിയ പതിവുണ്ട്. ബറബാസ് എന്ന പേരുള്ള ഒരുത്തനെ രംഗപ്രവേശം ചെയ്യുകയാണ്. ബറബാസിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നു. പീലാത്തോസ് നടുക്ക് നിൽക്കുന്നു, ബറബാസിനെ ഇപ്പുറത്ത് നിർത്തുന്നു, യേശു കർത്താവിനെ വലത്തെ സൈഡിലുമായിട്ട് നിർത്തുന്നു. നടുക്ക് നിൽക്കുന്ന പീലാത്തോസ് ജനത്തോടായിട്ട് പറയുന്നു, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, പക്ഷേ ഇവനിൽ ധാരാളം കുറ്റമുണ്ട്. ഇവനിൽ ആരെ നിങ്ങൾക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ, സത്യം പറഞ്ഞാൽ ഈ സൈഡിൽ നിൽക്കുന്ന, ഇടത്തെ സൈഡിൽ നിൽക്കുന്ന ബറബാസ് പേടിച്ചു വിറച്ച് നിൽക്കുകയാ. അവൻ 100% മരണം ഉറപ്പിച്ച് സ്റ്റേജേ വന്നവനാ. അവന് 100% അറിയാം അവൻ മരിക്കാൻ യോഗ്യനാണെന്ന്. പക്ഷെ അവനെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ജനം വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ബറബാസിനെ മതി. പേടിച്ച് വിറച്ച് നിന്നവൻ തുള്ളിച്ചാടാൻ തുടങ്ങി. അവൻ്റെ മുഖത്ത് ചിരിയായി, അവൻ തുള്ളിച്ചാടാൻ തുടങ്ങി. അവന് ഭയങ്കര ഹാപ്പി, സന്തോഷമായി. അവൻ വിചാരിച്ചു, ജനമെല്ലാം എൻ്റെ കൂടെയാ. അവൻ്റെ മനസ്സിൽ പറഞ്ഞു, നല്ലത് പ്രവർത്തിക്കുന്നവരെ ആർക്കും വേണ്ട. ഇന്നും അത് തന്നെയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല കാര്യം ചെയ്യുന്നവരെ ആർക്കും വേണ്ട. ആമേൻ. അവിടുന്ന് ആ ചിരിച്ചുകൊണ്ട് പീലാത്തോസിൻ്റെ മുഖത്തെ മറച്ചിട്ട് ഇങ്ങനെ ചാഞ്ഞൊരു നോട്ടം യേശുവിനോട്ട് നോക്കിയപ്പോഴത്തേക്കിന് യേശു മെല്ലെ തലയൊന്ന് ഉയർത്തി ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയുടെ അർത്ഥം എന്നാണെന്നറിയാവോ? നല്ല ന്യായാധിപനായ പീലാത്തോസ് നടുക്ക് നിൽക്കുന്നത് കൊണ്ടും ജനമെല്ലാം നിന്റെ പേര് പറഞ്ഞുകൊണ്ടുമല്ല നിന്റെ മരണം മാറിയത്. നിന്നോടൊപ്പം സ്റ്റേജേ ഞാൻ വന്നതുകൊണ്ടാ നിന്റെ മരണം മാറിയത്. വിശ്വസിക്കുന്നവരോട് ഇന്ന് രാത്രി ആത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാ. നിന്റെ മരണം മാറിയത് നീതിപ്രവൃത്തി കൊണ്ടല്ല. നിന്റെ മരണം മാറിയത് സഭായോഗം മുടക്കാത്തത് കൊണ്ടല്ല. നിന്റെ മരണം മാറിയത് യേശു നിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കൈ അടിച്ചോ, കൈ ഉയർത്തിയോ, ശക്തിയോടെ കർത്താവിന്റെ നാമത്തിന് മഹത്വം കൊടുക്ക്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നു. 1 കൊരിന്ത്യർ 39 അടി യേശുവിനെ അടിച്ചതായിട്ട് പറയുന്നു. അത് യഹൂദ നിയമമാണ്. ചാട്ടവാറ് കൊണ്ട് അടിക്കുന്നത് റോമൻ നിയമമാണ്. നോക്കുക, 1 കൊരിന്ത്യർ 39 അടി ഇന്നും സൗദിയിലുണ്ടത്. അടിക്കുന്ന സമ്പ്രദായം അവിടെ ഉണ്ട്. നോക്കൂ, പ്രത്യേകിച്ച് ദമാമിലുണ്ടത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. പക്ഷേ ഈ 39 അടി സാധാരണയായിട്ട് അവിടെ അടിക്കാൻ വേണ്ടി ഒരുത്തനെ കൊണ്ടുവരുമ്പോൾ പൂസാക്കി നിർത്തിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്ത് വീഞ്ഞു കൊടുത്ത രീതിയിലാണ് നിർത്തുന്നത്. ഒരുത്തനെ തലവെട്ടാനോ കൊല്ലാനോട്ടെ കൊണ്ടുവരുമ്പോൾ അവനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മത്തനാക്കി നിർത്തിയിട്ട് അത് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആ കർമ്മം ചെയ്യുമ്പോഴത്തേക്കിന് അവൻ്റെ ബുദ്ധി മറിഞ്ഞു കിടക്കണമെന്ന് അവരാഗ്രഹിക്കുന്നു. പക്ഷെ അടി കൊള്ളുന്ന മിക്കവരും 20-25 അടി കഴിയുമ്പോൾ ബോധരഹിതരായി വീഴുകയാണ് സാധാരണ പതിവുള്ളത്. ഒന്നുകൂടി പറഞ്ഞാൽ 39 അടി കൊള്ളുന്നവൻ വീണ് കിടക്കും, അവനെ അവിടുന്ന് എടുത്തോണ്ട് പോകുന്നതാ പതിവുള്ളത്. പക്ഷെ 39 അടി കൊണ്ടിട്ടും നിവർന്ന് നിന്ന് ഒരുത്തനുണ്ടെങ്കിൽ അത് നാം ഉയർത്തി കാണിക്കുന്ന കർത്താവാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഒരു ആമേൻ പറയാൻ പറ്റൂ? അവൻ നിവർന്ന് നിന്നപ്പോൾ റോമൻ പടയാളികൾ, ആരോഗ്യ ദൃഢഗാത്രന്മാരായ പടയാളികൾ ചാട്ടവാറ് കൊണ്ട്, മുൾക്കൊളുത്തും ഈയക്കട്ടകളും ചേർന്ന ചാട്ടവാറുകൾ കൊണ്ട് അവനെ അടിക്കാൻ തുടങ്ങി. അവൻ്റെ അകവും പുറവും അടിച്ചോ. ഇവർക്ക് മടുക്കുന്നിടം വരെ അടിക്കാം, അതിന് ഇത്ര എണ്ണമില്ല. അടിച്ചടിച്ച് അവൻ്റെ ദേഹം കീറി. അതുകൊണ്ടാണ് യെശയ്യാവ് പറഞ്ഞത്, അവൻ്റെ പുറം ഉഴവുചാല് പോലെ കീറപ്പെട്ടെന്ന്. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാ, ആ ഉഴവുചാലിനകത്ത് ചാങ്ങയിലിരിക്കുന്ന ദൈവമക്കൾ ഉണ്ടായിരുന്നു. ആ ഉഴവുചാലിനകത്ത് രഞ്ജിത്തുണ്ടായിരുന്നു. ആ ഉഴവുചാലിനകത്ത് ഈ ശബ്ദം കേൾക്കുന്ന സുഹൃത്തെ നീയുമുണ്ട്. ഇന്ന് രാത്രി നിനക്ക് വേണ്ടിയാ അവൻ അടികൊണ്ടത്. കർത്താവേ, നിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. അടിച്ചവനെ കീറി, അവന്റെ ശരീരത്തിൽ നിന്ന് രക്തമൊലിച്ചുപോയി.
പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഫിലിം ഷൂട്ട് ചെയ്ത് അതിൻ്റെ സംവിധായകൻ പറയുന്നത്, അയാളുടെ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടുണ്ട്, 3.5 ലിറ്റർ ബ്ലഡ് അദ്ദേഹം ആ ചിത്രീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചു. എന്നിട്ടും അയാൾ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. എന്ന് വെച്ചാൽ യേശുവിനെ അടിക്കുന്ന സമയത്ത് അവൻ്റെ ശരീരത്തിൽ നിന്ന് ധാരാളം രക്തം ഒലിച്ചു പോയി. ഇവിടെ ഒരു റോഡ് ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ സമയത്തിന് ഹോസ്പിറ്റലിൽ എത്തിക്കാതെ എത്രയോ പേർ മരിക്കുന്നു. അതിൻ്റെ അർത്ഥം രക്തം വാർന്നു പോയാൽ മരണം ഉറപ്പാണ്. 1 ലിറ്ററിലധികം രക്തം പോയാൽ ഉറപ്പായിട്ടും അയാൾ ജീവിച്ചിരിക്കത്തില്ല. എന്നാൽ 3 ലിറ്ററോളം രക്തം ഒഴുകിപ്പോയിട്ടു മരിക്കാത്ത ഒരാളുണ്ടെങ്കിൽ അത് ഞാൻ ഉയർത്തി കാണിക്കുന്ന കർത്താവാണെന്ന് പറഞ്ഞാൽ ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുത്തേ. കർത്താവിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. യേശു കർത്താവിന്റെ ചുമലിലേക്ക് യേശുവിന് 84 കിലോ തൂക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. 120-ലധികം തൂക്കമുള്ള ക്രൂശിന്റെ ഒരു പീസ് യേശുവിന്റെ തോളിലേക്ക് വെച്ചു. അത് അവനെ കൊണ്ട് എടുക്കാൻ പറ്റുന്നതല്ല, അത് പച്ചയാണ്, എടുക്കാൻ പറ്റുന്നതല്ല. ഒന്നുകൂടി പറഞ്ഞ, തലയിൽ ഒരു മുൾക്കിരീടം കൂടെ ഉണ്ട്. അത് വെച്ചിട്ട് അമർത്തിയപ്പോൾ അതിലൊരു മുള്ള് കണ്ണിൻ്റെ അകത്തോട്ട് കയറിയിട്ട് കൃഷ്ണമണി പുറത്തേക്ക് തള്ളിയെന്നാണ് ജോസിഫസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തലയിൽ ചെറിയൊരു ഇഞ്ചറി ഉണ്ടായാൽ തലകറക്കമുണ്ടാകും, കോമോ സ്റ്റേജിലേക്ക് പോകും. അങ്ങനെയുള്ള ആൾക്ക് ഭാരമുള്ളതൊന്നും എടുക്കാൻ പറ്റത്തില്ല. എന്നാൽ യേശു ക്രൂശ് എടുത്തെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അവൻ അത്രയും ബലഹീനനായിട്ടും അവൻ ക്രൂശ് ചുമന്നു. എനിക്കും നിനക്കും വേണ്ടി ഭാരം ചുമന്ന ഒരേ ഒരാളുണ്ടെങ്കിൽ അത് കർത്താവ് മാത്രമാണ്. ആമേൻ. യേശു ക്രൂശ് ചുമന്ന് പലയിടത്തും വീണ് ദൈവമക്കളെ, അവനെ കൊണ്ട് അത് പറ്റത്തില്ലായിരുന്നു. അങ്ങനെ അത് എടുത്തുകൊണ്ട് മുമ്പോട്ട് മൂവ് ചെയ്ത് വരുമ്പോഴാ ഒരു കുറേനക്കാരനായ ഒരു മനുഷ്യനെ കണ്ടത്, ഒരു ആഫ്രിക്കൻ വംശജനെ കണ്ടു. പടയാളികൾ അവനോട് ഗൗരവമായി പറഞ്ഞു, പിടിക്കടാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവനെ കൊണ്ട് പിടിപ്പിച്ചു. എന്താ കാര്യം എന്നറിയാമോ? അവന് താഴോട്ട് വസ്ത്രം കൊടുക്കാം, മുകളിലോട്ട് വസ്ത്രമില്ല. അവൻ ആ കറുത്ത തൊലിയുള്ളവനാണ്. അവൻ വന്ന ക്രൂശിനോട് ചേരുകയാ. ക്രൂശിനോട് ചേർന്നപ്പോഴത്തേക്കിന് അവൻ അറിഞ്ഞില്ല, അവൻ്റെ തൊക്കയിലെല്ലാം ആ രക്തം പറ്റിപ്പിടിക്കാൻ തുടങ്ങി. അവൻ ആ ക്രൂശിൻ്റെ കഷ്ണം എടുത്തുകൊണ്ട്, നേർപീസും എടുത്തുകൊണ്ട് ഗൊൽഗോത്ത വരെ പോകുകയാ. ഗൊൽഗോത്തയെ ചെന്ന ആ നേർ പീസ് അവിടെ ഇട്ടിട്ട് അവൻ തിരിച്ചു വീട്ടിലേക്ക് പോകുകയാണ്. അവൻ ഒരിക്കൽ പോലും അറിഞ്ഞില്ല തൻ്റെ ലൈഫ് മാറാൻ പോകുകയാണ്. ഇന്ന് രാത്രി കേൾക്കുന്നവരോട് ഞാൻ പറയാ, ആഗോള വ്യാപകമായി ക്രൈസ്തവ സഭ പറയുന്നത് ക്രൂശ് ചുമന്നവൻ്റെ തലമുറ പ്രസിദ്ധരാകുമെന്നാണ്. അറിഞ്ഞോ അറിയാതെയോ ക്രൂശിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി ആളുകൾ ചമച്ചൊരുക്കിയ ഒരു കഥയായിട്ട് മാത്രമേ എനിക്കതിന് തോന്നുന്നുള്ളൂ. ദുഃഖവെള്ളിയാഴ്ച ആളുകൾ ക്രൂശ് എടുക്കാറുണ്ട്. ക്രൂശിൻ്റെ രൂപം മാലയുടെ അറ്റത്ത് പിടിപ്പിച്ച് അതിനെ കഴുത്തിലിടുന്ന ആളുകളുണ്ട്. സത്യം പറഞ്ഞാൽ ക്രൂശിനല്ല പ്രസക്തി, ക്രൂശിൽ കടന്നവനാണ് പ്രസക്തി. രാത്രി കേൾക്കാൻ വേണ്ടി പറയുന്നു, ക്രൂശ് ഒരു ശാപത്തിന്റെ ചിഹ്നമായിരുന്നു. മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാ പറയുന്നത്. ക്രൂശ് ഒരു ശാപത്തിന്റെ ചിഹ്നമായിരുന്നു. എന്നാൽ ആ ശാപത്തിന്റെ ചിഹ്നമായ ക്രൂശ് പോലും ഇന്ന് അനുഗ്രഹിക്കപ്പെടാൻ കാരണം ക്രൂശിന്റെ ശാപത്തെ പൊട്ടിക്കുന്നവൻ അതേ കേറിയത് കൊണ്ടാണ്. നീ അഭിമുഖീകരിക്കുന്ന ശാപത്തെ പൊട്ടിക്കാൻ ഒരേ ഒരാൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അത് ഞാൻ ഉയർത്തുന്ന യേശു എന്ന് പറഞ്ഞാൽ ജീസസ്. രക്തം ജയമെടുക്കട്ടെ. ഇനി എന്താ സാത്താന്റെ ഒരു പദ്ധതിയായിട്ട് എനിക്ക് തോന്നുന്നത്? ക്രൂശിനെ എല്ലാവരും പ്രൊജക്ട് ചെയ്തപ്പോൾ രക്തം ഹൈഡായി. അവന്റെ ആ കറുത്ത തൊലിയെ പറ്റിപ്പിടിച്ച രക്തവുമായിട്ട് അവൻ വീട്ടിൽ ചെന്നു. അവൻ ആ പറമ്പിൽ നിന്ന് കുളിക്കുമ്പോൾ അവന്റെ ദേഹത്തിൽ നിന്ന് ആ രക്തം അവന്റെ പറമ്പിലോട്ട് ഒലിച്ചിറങ്ങി എന്ന് പറഞ്ഞ അവനൊരു കർഷകനാ. അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ അപ്പൻ കർഷകൻ, അവൻ്റെ അപ്പൻ്റെ അപ്പൻ കർഷകൻ. ഒന്നുകൂടി പറഞ്ഞാൽ കർഷകന്മാരുടെ പാരമ്പര്യമുള്ളൊരു കുടുംബമാ. അടുത്ത 2 മക്കളുണ്ട്, ആമ്പിള്ളാരാ. സ്നേഹത്തോടെ വളർത്തുന്നു, അലക്സാണ്ടറിനെ, രൂഫോസിനെ. അവൻ്റെ സ്വപ്നം അവരും കർഷകരാ. പക്ഷെ രക്തം എപ്പോൾ അവൻ്റെ പറമ്പിൽ വീണോ അപ്പോൾ ഒരു പുതിയ ചരിത്രം. ഇനി കർഷകനല്ല, കർത്താവിൽ പ്രസിദ്ധർ നിന്റെ വീട്ടിൽ എഴുന്നേൽക്കാൻ പോകുകയാ. കേൾക്കുന്ന എത്ര പേർക്ക് ആമേൻ പറയാ? കർത്താവിൽ പ്രസിദ്ധർ നിന്റെ ഉദരത്തിൽ നിന്ന് എഴുന്നേൽക്കും. കർത്താവിൽ പ്രസിദ്ധർ നിന്റെ വീട്ടിൽ നിന്ന് എഴുന്നേൽക്കും. ക്രൂശെ കയറി തൊട്ടവൻ്റെ ലൈഫ് മാറ്റിയെങ്കിൽ, യേശുവിനോടൊപ്പം ആ കാൽവറി ക്രൂശിൽ ചുമ്മാ ഒന്ന് ചേർന്ന് നിന്നവൻ്റെ ലൈഫ് മാറ്റിയെങ്കിൽ, കർത്താവിനെ അകത്തു വഹിക്കുന്നവൻ്റെ ജീവിതം എന്തുമായിരിക്കും? എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? കാൽവറി ക്രൂശിലേക്ക് കൊണ്ടുവരും. 2 കള്ളന്മാരുടെ നടുവിൽ അവനെ ക്രൂശിച്ചു. എന്തിനാ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ചത്? ഞാൻ കിളിമാനൂർ ഒരിടത്ത്
പരസ്യോഗത്തിന് പ്രസംഗിക്കുന്ന സമയത്ത് അവിടെ പ്രസംഗിക്കും. ഒരു വർഷമൊക്കെ 960 തെരുവിലൊക്കെ പ്രസംഗിക്കുമായിരുന്നു. ഇന്നിപ്പോൾ കുറവാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, സ്തോത്രം. അന്ന് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അന്നവിടെ കൈയടി കിട്ടത്തില്ല, പക്ഷേ ആളുകൾ രക്ഷിക്കപ്പെടും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോക്കുക, അന്ന് പ്രസംഗിച്ചപ്പോൾ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോ, ആ കള്ളനെ കുറിച്ചൊന്നും പറയരുത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നാട്ടിലുള്ള ആൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് യേശു കള്ളനാണെന്ന്? അയാളെ കൊണ്ട് എങ്ങനെയാണ് പറയിപ്പിക്കുന്നത്? അതിനുവേണ്ടി തന്നെ ചെയ്തതാ. 2 കള്ളന്മാരുടെ നടുവിൽ അവനെ ക്രൂശിച്ചത്. ലോകം മുഴുവനും അവനെ കള്ളനെന്ന് പറയണോ? അത് പിശാചിൻ്റെ ഒരു പണിയായിരുന്നു. പക്ഷെ ആ കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ചപ്പോൾ വിവരമുള്ളൊരു കള്ളനുണ്ടായിരുന്നു. ആമേ. ഞാനിങ്ങനെ പറയും, കള്ളനാണെങ്കിലും വെളിപ്പാടുള്ളവൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർത്തോണം. കർത്താവ് ഉടനെ തടിയേലെ വെടി പോലെ ഒരു മറുപടി, ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലിരിക്കും. ഐസ്തല്ലോ. രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർത്തോണമെന്ന് പറയുന്നത്, എൻ്റെ കൂടെ ഒരു പാസ്റ്ററുണ്ട്. ആ പാസ്റ്റർ കഴിഞ്ഞിടയിൽ ഒന്ന് പുറത്തു പോയി. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, രാജ്യത്തൊക്കെ പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർത്തോണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. ഒരു കോമൺ ഫ്രേസായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആരെങ്കിലുമൊക്കെ നന്മ അനുഭവിക്കുമ്പോൾ, പാട്ടൊക്കെ നന്നായിട്ട് പാടുന്നുണ്ട്, നന്നായിട്ട് ലീഡ് ചെയ്യുന്നുണ്ട്, നല്ല നരേഷൻ പറയുന്നുണ്ട്, അടുത്ത സ്റ്റേജിൽ എന്നെയും കൂടെ ഓർത്തോണം. നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു സന്തോഷത്തിന് പറയുന്ന വാക്കാ, പക്ഷെ അതിനകത്ത് 3 റെവലേഷൻ ഉണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണം. എന്താ റെവലേഷൻ? തൊപ്പി വെച്ച ഒത്തിരി എണ്ണത്തെ ഞാൻ കണ്ടു, പക്ഷെ എനിക്ക് മനസ്സിലായി അവന്മാരാരും അല്ല രാജാവ്, നീയാ രാജാവ്. അയ്യോ, കൈ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അടിച്ച് കീറപ്പെട്ട് മുഖം മുഴുവൻ വിരൂപനായിട്ടാണ് കിടക്കുന്നത്, പക്ഷെ നീയാ രാജാവെന്ന് എനിക്ക് പിടുത്തം കിട്ടി. 2, രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരുമ്പോൾ, അതിൻ്റെ അർത്ഥം ഇച്ചിരി കഴിയുമ്പോൾ നീ മരിക്കും, പക്ഷെ മരണത്തെ പൊട്ടിച്ച് നീ ഉയർത്തെഴുന്നേക്കും. കേൾക്കുന്നവരാ ആമേൻ പറ. 3-മത്തത്, എന്നെയും കൂടെ ഓർത്തോണം. അവൻ എന്തോ വിവരമാണെന്ന് ആലോചിച്ച് നോക്കിയേ. നീ വിചാരിച്ചാലേ പർദീസ കിട്ടത്തുള്ളെന്ന്. ഞാൻ അത് നിർത്തി പറയാം. യേശുക്രിസ്തുവിനെ കൂടാതെ ഒരുത്തർക്കും സ്വർഗീയ പ്രവേശനം ഉണ്ടാകത്തില്ല. ഇത് 3 പറഞ്ഞപ്പോൾ കള്ളനാണെങ്കിലും കുഴപ്പമില്ല. കർത്താവ് പറഞ്ഞു, നീ ഇന്ന് എൻ്റെ കൂടെ പർദീസയിലാടാ. അപ്പൊ ആളുകൾക്കറിയണം കള്ളൻ സ്നാനപ്പെട്ടിട്ടുണ്ടോ. ആരോ ഒരാൾ പറഞ്ഞു, റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനോട് ചേരുവാൻ സ്നാനമേറ്റോ. അപ്പോൾ ക്രൂശയിലല്ലായിരുന്ന കള്ളൻ കിടന്നത്. അതുകൊണ്ട് കള്ളനും ക്രൂശയിൽ കിടന്ന് യേശുവിനോടൊപ്പം ഇരുന്നത് കൊണ്ട് പുള്ളിക്ക് അങ്ങനെ ചാൻസ് കിട്ടിയതാണ്. വേറൊരു ഗ്രൂപ്പ് പറയുന്നു മാനസാന്തരപ്പെട്ടത് കൊണ്ടാണ്. ഞാൻ പറയുന്നു, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവൻ സ്നാനപ്പെട്ടിട്ടില്ല. യേശുവിൻ്റെ മരണത്തിന് ശേഷമാണ് പുതു നിയമസഭ പുറത്തു വരുന്നത്. പുതു നിയമസഭയുടെ ഉപദേശമാണ് സ്നാനം. കേൾക്കുന്നവർ ആമേൻ പറ. യേശുവിൻ്റെ മരണത്തിന് മുമ്പ് വരെ ന്യായപ്രമാണമാണ്. ന്യായപ്രമാണ യുഗത്തിൽ ദൈവം അനുവദിക്കുന്നവനെ പർദീസയിൽ കൊണ്ടുപോകും. ഇനി 2-മത്തെ കാര്യം, മരിക്കുന്ന ഒരുത്തനും ഇവിടെ കടന്ന് വട്ടം കറങ്ങത്തില്ലെന്നുള്ളതിൻ്റെ തെളിവാത് ഇന്ന് നീ എൻ്റെ കൂടെ പർദീസായി. കൈ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. 5 വർഷം മുമ്പ് മരിച്ച ഔസപ്പച്ചനെ കണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇവിടെയുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. യഹൂദന്മാരുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട്, ഒരുത്തൻ മരിച്ച 3 ദിവസം അവൻ കല്ലറയുടെ ചുറ്റും കാണും. അതുകൊണ്ട് യേശു 4-ൽ അന്ന് പോയി ലാസറെ ഉയർപ്പിച്ച് ആ പാരമ്പര്യം പൊട്ടിക്കാൻ. നമ്മുടെ നാട്ടുകാർക്ക് അത്രയൊന്നും ഇതില്ല. നമ്മളൊന്നും അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. നമ്മൾ 40 വർഷമായാലും പുള്ളി ഈ സൈഡിലുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. അവന് 3 ദിവസം കഴിഞ്ഞാൽ പോയെന്ന് വിശ്വസിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. നോക്കുക, ഇനി മരിച്ചയാളെ സ്വർഗത്തെ കൊണ്ടുപോകാൻ വേദപുസ്തക പ്രകാരം വേറൊരു പരിപാടിയില്ല. മരിച്ചയാൾ അപ്പം തന്നെ കർത്താവിങ്കിൽ ചേർക്കപ്പെടും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചവൻ മരിച്ചാൽ അവൻ്റെ ആത്മാവ് കർത്താവിൽ മറയും. അല്ലാത്തൊരുത്തൻ മരിച്ചാൽ അവൻ ദൈവം ഒരുക്കിയ സ്ഥലത്തേക്ക് അവൻ്റെ ആത്മാവ് ചേർക്കപ്പെടും. ഇതാണ് വേദപുസ്തക പഠനം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്താണെങ്കിലും മരിക്കുന്നതിന് മുമ്പ് 3 പേരെ സ്വർഗത്തിൽ കർത്താവ് കയറ്റി. അയ്യോ, ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുകയാണ്. യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് 7 മൊഴി പറഞ്ഞു തീർത്തിട്ട് യേശു മരിക്കുക. അവസാനത്തെ മൊഴി, എൻ്റെ പിതാവേ, എൻ്റെ പ്രാണനെ നിൻ്റെ കയ്യിൽ തരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ പറയാം. യേശു അനുവദിക്കാതെ മരണത്തിന് പോലും അവൻ്റെ മേൽ വാഴാൻ പറ്റിയില്ല. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, അവൻ അനുവദിക്കാതെ ഒന്നിനും നിന്നെ തൊടാൻ പറ്റത്തില്ല. അവൻ അനുവദിക്കാതെ ഒരു ശക്തിക്കും നിന്നെ തൊടാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്നവർക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദൂത് ആവശ്യമുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുത്തു. അവൻ അനുവദിക്കാതെ നിന്നെ ഒന്നിനും തൊടാൻ പറ്റത്തില്ല. യേശു മരിക്കുന്നു. യേശു മരിച്ചപ്പോൾ പ്രധാനമായി നടന്ന ഒരു ചില സംഭവങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. യേശു മരിച്ചപ്പോൾ സംഭവിച്ച ആദ്യത്തെ കാര്യം എന്താണെന്നറിയാമോ? യേശു പ്രാണനെ വിട്ടപ്പോൾ കാലാ
കാലാവസ്ഥ മാറി. 3-ാം മണി നേരത്ത് ആകാശം ഇരുണ്ടുമൂടി. സൂര്യൻ ആ കാഴ്ച കാണാൻ കഴിയാതെ ആകാശത്തിൻ്റെ അകത്തേക്ക്, കാർമേഘത്തിൻ്റെ അകത്തേക്ക് വലിഞ്ഞുപോയി. ഭയങ്കരമായ ഭൂചലനങ്ങൾ ഉണ്ടായി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താ അവിടെ സംഭവിക്കുന്നത്? അറ്റ്മോസ്ഫിയർ മൊത്തം ചേഞ്ച് ആകുകയാ, അന്തരീക്ഷം മാറുകയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരോട് പറയാ, എവിടെ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം പ്രസംഗിക്കുന്നോ അവിടെ അന്തരീക്ഷം മാറും. ആ പട്ടണത്തിന്റെ അന്തരീക്ഷം മാറും, ആ ദേശത്തിന്റെ അന്തരീക്ഷം മാറും, കേൾവിക്കാരന്റെ വീടിന്റെ അന്തരീക്ഷം മാറും, കേൾവിക്കാരന്റെ ഹൃദയത്തിന്റെ അന്തരീക്ഷം മാറും. ഇന്ന് രാത്രി നിന്നെ മൊത്തത്തിൽ മാറ്റാൻ പറ്റുന്ന ഒരേ ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് യേശുവിന്റെ ക്രൂശ് മരണം മാത്രമാണ്. കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശു മരിച്ചപ്പോൾ അന്തരീക്ഷം മാറി. രണ്ടാമത്, യേശു മരിച്ചപ്പോഴത്തേക്കിന് വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറക്കപ്പെട്ടു. എത്ര വർഷം മുമ്പ് മരിച്ചെന്നൊന്നും എഴുതിയിട്ടില്ല. ജീവിച്ചിരുന്നപ്പോൾ 3 പേരെ ഉയർപ്പിച്ചത്. 6 മണിക്കൂർ മരിച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞ തബീതയെ, മരിച്ചിട്ട് 24 മണിക്കൂർ കഴിഞ്ഞ നയീൻ പട്ടണത്തിലെ വിധവയുടെ മകനെ, മരിച്ചിട്ട് 96 മണിക്കൂർ കഴിഞ്ഞ ലാസറസിനെ, 3 പേരെയാണ് ജീവിച്ചിരുന്നപ്പോൾ ഉയർപ്പിച്ചത്. എന്നാൽ മരിച്ചപ്പോൾ കൽപ്പിക്കാതെ പോലും മരണത്തിന്റെ ശക്തി കൊണ്ട് 10-20 വർഷം അടക്കം ചെയ്തവൻ ചാടി എഴുന്നേറ്റ് വന്നെങ്കിൽ ഇന്ന് രാത്രി പിശാച് പൂട്ടിയിട്ടത്, മതം കൊന്നത്, സമുദായം കൊന്നത്, പാരമ്പര്യം കൊന്നത് വീണ്ടും ജീവിപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുണ്ടെങ്കിൽ അത് യേശുവിന്റെ മരണത്തിന്റെ ശക്തിയാ. കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. മൂന്നാമത്തെ കാര്യം, യേശു മരിച്ചത് ഉറപ്പിക്കാൻ വേണ്ടി ഒരു വിജാതീയ പടയാളി, ഒരു റോമൻ പടയാളി, ഒരു കണ്ണിന് ഇച്ചിരി കാഴ്ച കുറവാ, പുള്ളിക്കാരനെയാണ് ഏൽപ്പിച്ചത്. അവൻ ചെന്ന് വിലാപ്പുറത്തോട്ട് കുന്തം കൊണ്ട് കുത്തിയപ്പോഴത്തേക്കിന് രക്തവും വെള്ളവും കലർന്നൊരു സമ്മിശ്രം കാറ്റത്ത് പറന്നു വന്നു. അവൻ്റെ ആ ബ്ലാങ്കായ കണ്ണയിലോട്ട് പതിച്ചു. എന്താ സംഭവിച്ചെന്നറിയാമോ? അവൻ്റെ കണ്ണു തുറന്നതായിട്ട് ആ പുസ്തകം പഠിപ്പിക്കുന്നത്. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അവൻ്റെ മരണം വിജാതീയന്റെ കണ്ണു തുറന്നതാണ്. ഇന്ന് രാത്രി മരണത്തിന്റെ ശക്തി അടയപ്പെട്ട കണ്ണുകളെ തുറക്കുന്നതാണ്. യേശുവിന്റെ ക്രൂശിനെയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇന്ന് രാത്രി കുരുട്ട് കണ്ണുകളെ തുറക്കാൻ ഒറ്റ പ്രസംഗത്തിനെ കഴിയത്തുള്ളൂ. അന്ധകാരത്തെ പൊട്ടിക്കാൻ ഒറ്റ സന്ദേശത്തിനെ കഴിയത്തുള്ളൂ. അത് യേശുവിന്റെ ക്രൂശ് മാത്രമാ. കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. നാലാമത്തെ കാര്യം, യേശു മരിച്ചപ്പോൾ തിരശീല മുകൾ മുതൽ താഴം വരെ കീറിപ്പോയി. 4 ഇഞ്ച് കനം. 160-ലധികം കുതിരകൾ വലിച്ച കീറത്തില്ലെന്നാ പൊതുവെ കേട്ടിട്ടുള്ളത്. കീറാത്ത ഈ പ്രത്യേക തിരശീല, യേശു മരിച്ചത് തലയോടിടത്തില് 1.5 മൈൽ അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ദൈവാലയത്തിന്റെ തിരശീല കീറിപ്പോയെന്ന്. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? പൗരോഹിത്യ ശുശ്രൂഷയെ കർത്താവ് കീറിക്കളഞ്ഞു. എന്നിട്ട് രാജകീയ പുരോഹിത വർഗത്തെ അവൻ ജനിപ്പിച്ചു. മരണത്തിന്റെ ശക്തി അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. രാജകീയ പുരോഹിത വർഗത്തെ അവൻ ജനിപ്പിച്ചു. അഞ്ചാമത്തത്, രഞ്ജിത്ത് ശരിയാകത്തില്ല, രഞ്ജിത്തിന് ഉയർച്ച ഉണ്ടാകത്തില്ല, ഒരിക്കലും അവൻ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് പിശാച് എഴുതി വെച്ചത് മുഴുവനും യേശു തൻ്റെ കാൽവറി ക്രൂശിലെ മരണം കൊണ്ട് മായ്ച്ചു കളഞ്ഞു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ രാമൻ പറ. സത്യം പറഞ്ഞാൽ ഞാനത് വ്യാഖ്യാനിക്കുമ്പോൾ വചനവുമായി ബന്ധമുള്ളവർ പറയും, അല്ല പാസ്റ്ററെ അതങ്ങനെയല്ലെന്ന് പറയും. സത്യമാണ്, അതങ്ങനെ തന്നെയല്ല. കർത്താവ് മായ്ച്ചു കളഞ്ഞത് ന്യായപ്രമാണമാണ്. നമുക്ക് വിരോധവും പ്രതികൂലമായി കൈയെടുത്തെന്ന് പറയുന്ന ന്യായപ്രമാണമാണ്. കർത്താവ് മായ്ച്ചത് ന്യായപ്രമാണമാണ്. പക്ഷെ പ്രസംഗത്തിന് വേണ്ടി ഞാൻ പറയുന്നു, ദൈവവുമായിട്ട് എനിക്ക് അടുക്കാൻ പറ്റാത്ത എല്ലാ എഴുത്തുകളെയും കർത്താവ് മായ്ച്ചു കളഞ്ഞു. വിശ്വസിക്കുന്ന വിശുദ്ധന്മാരൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന പ്രിയമുള്ളവർ അറിയാൻ വേണ്ടി പറയുന്നു, അവൻ്റെ മരണത്തിൽ ശക്തി ഉണ്ടായിരുന്നു. അവനെ പിടിച്ച് കല്ലറയ്ക്കകത്ത്, അവൻ്റെ ഡെഡ് ബോഡി കൊണ്ടുപോയി കല്ലറയ്ക്കകത്ത് വെച്ചു. ഈ പ്രസംഗത്തിൻ്റെ ലാസ്റ്റ് ഭാഗം, കല്ലറയ്ക്കകത്ത് വെച്ചപ്പോൾ 16 ചേവകരെ കാവൽ നിർത്തി. 16 ചേവകരെ, യേശുവിൻ്റെ 12 ശിഷ്യന്മാർ ഒളിച്ചിരിക്കുമ്പോൾ 16 കാവൽക്കാർ കാവൽ നിൽക്കുകയാണ്. റോമൻ സാമ്രാജ്യത്തിന് അറിയാമായിരുന്നു അവൻ ഉയർത്തെഴുന്നേക്കുന്നു. ഒരു സ്തോത്രം പറഞ്ഞാട്ട്. പടയാളികൾ അവിടെ പുറത്ത് നിന്ന്, ഇവന്മാർ ചൂതുകളിയുണ്ട്, മദ്യപാനമുണ്ട്. ഇവന്മാർ ചൂത് കളിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഒരു ആശയം പറയാം. ഇവന്മാർ ആ
ഇത് ഭൂമാന്ന് വിചാരിക്കുക, കല്ലറയാന്ന് വിചാരിക്കുക. അതിൻ്റെ അടുത്ത് രണ്ടെണ്ണം ഇങ്ങനെ ഇത് കുന്തമായിട്ട് നിൽക്കുമ്പോൾ അകത്തെന്തോ ടോക്ക്, അകത്തെന്തോ സംസാരം. ഇവന്മാർ കാത് കൂർപ്പിച്ച് നോക്കിയപ്പോൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അവന്മാർ വിചാരിച്ചു എന്തുമായിരിക്കടാ, അകത്ത് മരിച്ച ഒരാളെയല്ലേ വെച്ചേ, എന്തു അകത്ത് സംസാരിക്കുന്നത്. എൻ്റെ ഒരു ചിന്ത ഞാൻ പറയാം, അകത്തിറങ്ങിയേക്കുന്നത് ദൂതന്മാരാ. യേശു എവിടെയുണ്ടോ അവിടെ ദൂതന്മാരുണ്ട്. അവിടെ അരമനയ്ക്കകത്ത് ചർച്ച ഇവൻ ഉയർത്തെഴുന്നേക്കരുത്. അതുകൊണ്ട് ഇമ്പീരിയൽ മുദ്ര പതിപ്പിച്ചു, പുറത്തുനിന്ന് തുറക്കാവുന്ന കല്ലറകളുടെ അടപ്പ് വെച്ചു, എല്ലാ സംവിധാനവും തയ്യാറാക്കിയപ്പോൾ ഉയർക്കാതിരിക്കാൻ വേണ്ടിയുള്ള ചർച്ച അരമനെ നടക്കുമ്പോൾ ഉയർപ്പിക്കാനുള്ള ചർച്ച കല്ലറയ്ക്കകത്ത് നടക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നവരോട് പറയാം, നീ ഒരിക്കലും രക്ഷപ്പെടരുതെന്നുള്ള ചർച്ച ഒരു ഭാഗത്ത് നടക്കുമ്പോൾ നിന്നെ രക്ഷപ്പെടുത്താനുള്ളൊരു ചർച്ച സ്വർഗത്തിൽ നടക്കുന്നുണ്ട്. ഈ മീറ്റിങ്ങിൻ്റെ രണ്ടാമത്തെ രാത്രി നിനക്ക് അനുകൂലമായ ഒരു സ്വർഗീയ ചർച്ച നടക്കുന്നുണ്ട്. മൂന്നാമത്തെ പ്രഭാതത്തിൽ കർത്താവ് എന്ത് ചെയ്തു? പുനരുദ്ധാനത്തിൻ്റെ ശക്തി കൊണ്ട് കല്ലിനെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റു. നന്നായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പുനരുദ്ധാനത്തിൻ്റെ ശക്തിയുടെ ഒരു വാക്ക്, ദൈവത്തിന് മഹത്വം. ആരാധിച്ച വാതിൽ തുറക്കും, പ്രാർത്ഥിച്ച വാതിൽ തുറക്കും, ഉപവസിച്ച വാതിൽ തുറക്കും. സത്യവാ, ഈ തുറന്ന വാതിൽ പിന്നെ അടയും. എന്നാൽ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയിൽ ഒരു വാതിൽ തുറന്നാൽ പിന്നെ അത് അടയത്തില്ല. 2024 വർഷമായിട്ട് അടഞ്ഞ കല്ലറയുടെ വാതിൽ അവൻ തുറന്നു. ഇന്ന് വരെ ഒരുത്തനും പിന്നെ അത് തിരിച്ചടയ്ക്കാൻ പറ്റിയിട്ടില്ല. അവൻ തുറന്നാൽ പിന്നെ ഇത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. കേൾക്കുന്ന എത്ര പേർക്ക് രാമയം പറയാൻ പറ്റുന്നുണ്ട്? വിശ്വസിക്കുന്ന വിശുദ്ധന്മാർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുമെങ്കിൽ, എഴുന്നേറ്റ് നിൽക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന കരമൊന്ന് തട്ടി കർത്താവിന് മഹത്വം കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന് മഹത്വം കൊടുക്കുക. യേശു 70 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട് അവരോടായിട്ട് പറഞ്ഞു, ഈ 2 പേരായിട്ട് തെരഞ്ഞെടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിലേക്ക് പോകാൻ പറഞ്ഞു. ഈ 2 പേരെ തെരഞ്ഞെടുത്തിട്ട് അവരോടാ പറഞ്ഞത്, നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ പോകാൻ. ബിഫോർ റിസറക്ഷൻ, എന്നാൽ ആഫ്റ്റർ റിസറക്ഷൻ, പുനരുദ്ധാനത്തിന് മുമ്പ് എതിരെയുള്ള ഗ്രാമത്തിലേക്ക് അവരെ വിട്ടു. പുനരുദ്ധാനത്തിന് ശേഷം യേശു പറഞ്ഞത് എതിരെയുള്ള ഗ്രാമത്തിൽ പോകാനല്ല, യഹൂദയിലും യെരുശലേമിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം പോകാനാ പറഞ്ഞത്. പുനരുദ്ധാനം നിന്റെ പരിധിയെ പൊട്ടിക്കോ. പുനരുദ്ധാനത്തിന്റെ ശക്തി അനുഭവിക്കുന്ന ആളാണ് നീ എങ്കിൽ നിന്നെ പരിധി വെക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി എല്ലാ പരിധികളും പൊട്ടിക്കുന്ന അഭിഷേകം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. അതിനോട് ചേർന്ന് കൈതട്ടി അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ശക്തിയോടെ ആ കരങ്ങൾ അടിച്ച് വാ ചലിപ്പിച്ച് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. നന്നായിട്ട് അന്യഭാഷ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ പുനരുദ്ധാനത്തിന്റെ ശക്തി ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നു. പുനരുദ്ധാനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുമ്പോൾ നിന്റെ രോഗങ്ങൾ വിട്ടുമാറും, നിന്നെ അലട്ടുന്ന ശാരീരിക പ്രയാസങ്ങൾ വിട്ടുമാറും, നിനക്ക് മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധികൾ പൊട്ടി തകർന്നു പോകും. അതുകൊണ്ട് ശക്തിയോടെ തുള്ളി ചാടി ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നവർ കരങ്ങൾ അടിച്ചവരോട് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കട്ടെ. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്റെ തിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മന്നീലല്ലൻ നിത്യവാസവന്റെ യേശുവിൻ മുന്നിൽ മഹത്വത്തിനാ. മന്നീലല്ലൻ നിത്യവാസവന്റെ യേശുവിൻ മുന്നിൽ മഹത്വത്തിനാ. ഇനി
വെണ്ണീല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകൾ എണ്ണി ഞാൻ പാടിടുന്നേ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. 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 ഓ